വൈകിയതുകൊണ്ട് സംഭവിച്ചു പോയതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് നിങ്ങളെ ആരെങ്കിലും ലെഫ്റ്റ് ആയിരുന്നെങ്കിൽ അതിനെ കുറ്റപ്പെടുത്താൻ സാധിക്കില്ല. കാര്യം എൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു വീഴ്ചയാണ്. എൻ്റെ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചു പോയതാണ്. പിന്നീട് മാഷിനെ വിളിച്ച് പഴയ ലിങ്ക് തന്നെയാണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് ഞാൻ ഇതിനകത്തേക്ക് പ്രവേശിക്കുന്നത്. അതുകൊണ്ടുണ്ടായ ഒരു വിഷയമാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ക്ലാസ് എടുത്തപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് റെസ്പോൺസ് കിട്ടാത്തത് കൊണ്ട് ഈ വിഷയം വളരെ ഗഹനമായതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടത്ര മനസ്സിലായി കാണില്ല എന്ന് എനിക്ക് തോന്നി. അപ്പൊ നമ്മൾക്ക് ധൃതി ഇല്ലാത്തത് കൊണ്ട് നമുക്ക് എപ്പോഴും ഞാനും അവൈലബിൾ ആണ് എന്നുള്ളത് കൊണ്ട് സാവധാനം മുന്നോട്ട് പോയാൽ മതിയാകും എന്ന് എനിക്കും തോന്നി. അതുകൊണ്ട് നമ്മൾക്ക് വീണ്ടും ഈ പ്രപഞ്ചത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ കൂടി നമ്മൾ ഒന്ന് വിഷ്വലൈസ് ചെയ്ത് ഒന്ന് കാണുക. അതായത് ചില വീഡിയോസ് ഒക്കെ നമുക്കൊന്ന് കണ്ടു പോവുകയാണെങ്കിൽ കുറെ കൂടി കാര്യങ്ങൾക്ക് ഒരു ക്ലാരിറ്റി വരും എന്ന് വിചാരിക്കുന്നു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ കുറച്ച് ചിത്രങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാം. അപ്പൊ നിങ്ങൾ അതിനു മുമ്പ് നിങ്ങൾക്കൊരു സങ്കല്പം വേണം. ഭൂമി ഉരുണ്ടതാണ് എന്നൊരു സങ്കല്പം എല്ലാവർക്കും വേണം. ആ ഭൂമിയുടെ പുറത്ത് ഇരിക്കുന്ന ഒരു ജീവിയാണ് നമ്മൾ. നമ്മുടെ വലിപ്പവും ഭൂമിയുടെ വലിപ്പവും തമ്മിൽ നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത തരത്തിൽ ഉള്ള ഭീമാകാരമായ വലിപ്പമാണ് ഭൂമിക്കുള്ളത്. ഈ ഭൂമി നമ്മൾ നോക്കുമ്പോൾ നമ്മളുടെ അനുഭവത്തിൽ ഇത് സ്ഥിരമായിട്ട് തോന്നും. എന്നുവെച്ചാൽ ഭൂമി ചലിക്കുന്നതായിട്ട് നമുക്ക് ഒരിക്കലും തോന്നുകയില്ല. ഇത് പരന്നിങ്ങനെ ഇരിക്കുകയാണ് എന്ന് മാത്രമേ നമ്മൾക്ക് ധാരണ ഉണ്ടാകുകയുള്ളൂ. പക്ഷെ അങ്ങനെയല്ല എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാം. ഭൂമിയിൽ പകലും രാത്രിയും ഉണ്ടാകുന്നത് ഭൂമിയുടെ ദിനചലനം കൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതായത് തെക്ക് നിന്നും വടക്കോട്ട് ഭൂമിയുടെ കേന്ദ്രത്തിൽ കൂടി ഒരക്ഷം കടത്തിയാൽ ആ അക്ഷത്തിൽ നിന്ന് ഭൂമി പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട് കറങ്ങുന്നത് കൊണ്ടാണ് ആ വൈകുന്നേരം രാത്രിയിൽ നക്ഷത്രങ്ങളും മറ്റും കിഴക്കുതിച്ച് സാവധാനം പടിഞ്ഞാറേക്ക് പോകുന്നത് എന്നുള്ള കാര്യം നമ്മൾക്കിപ്പോൾ അറിയാം. ഭൂമി ഇങ്ങനെ ഒരു പ്രാവശ്യം കറങ്ങുന്നതിന് 24 മണിക്കൂറാണ് എടുക്കുന്നത്. അത് ഭൂമിയുടെ ദിനചലനമാണ് എന്ന് നമ്മൾക്ക് നന്നായിട്ട് അറിയാം. നമ്മൾ താഴ്ന്ന ക്ലാസ്സുകളിലൊക്കെ അത് പഠിച്ചിട്ടുള്ളതുമാണ്. അപ്പോൾ ഭൂമി ഇങ്ങനെ കിഴക്കോട്ട് കറങ്ങുന്നതനുസരിച്ച് നമ്മൾ ആകാശത്തേക്ക് ശ്രദ്ധിക്കുമ്പോൾ നക്ഷത്രങ്ങളൊക്കെ ഇങ്ങനെ കിഴക്കുതിച്ച് പതുക്കെ പതുക്കെ പടിഞ്ഞാട്ട് സഞ്ചരിച്ച് കുറേ കഴിയുമ്പോൾ ഏതാണ്ട് 12 മണിക്കൂർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിന് വ്യത്യാസങ്ങളുണ്ട്. കാലമനുസരിച്ച് ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും 12 മണിക്കൂർ കഴിയുമ്പോൾ അത് പടിഞ്ഞാറ് ചക്രവാളത്തിൽ അസ്തമിക്കുന്നതായിട്ടും നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇന്ന് വൈകുന്നേരം 8 മണിക്ക് കിഴക്ക് ചക്രവാളത്തിൽ ഒരു നക്ഷത്രം ഉദിച്ചതായിട്ട് നമ്മൾ കണ്ടു എന്ന് വിചാരിക്കുക. നമ്മൾ ആ സമയം കൃത്യമായിട്ട് നോക്കി വെക്കണം. രാത്രി 8 മണിക്ക് നമ്മുടെ കിഴക്കേ ചക്രവാളത്തിൽ മരങ്ങളൊന്നുമില്ല. നല്ല ക്ലിയർ ആയിട്ട് കിടക്കുന്ന ഒരു മരുഭൂമി പോലെ കിടക്കുന്ന ഒരു ഭാഗമാണെന്ന് അങ്ങ് സങ്കല്പിക്കുക. അതായത് ആകാശം വന്ന് ഭൂമിയിൽ മുട്ടുന്ന ആ ഒരു ഭാഗത്തെ നമ്മൾ കാവ്യാത്മകമായിട്ട് ചക്രവാളം എന്നാണ് പറയുന്നത്. ഇംഗ്ലീഷിൽ അതിന് ഹൊറൈസൺ എന്ന് പറയും. അപ്പൊ ആ ചക്രവാളം എന്ന് പറഞ്ഞാൽ ഭൂമിയും ആകാശവും കൂട്ടിമുട്ടുന്ന സ്ഥലം. പടിഞ്ഞാറെ കടൽക്കരയിൽ ചെന്ന് പടിഞ്ഞാട്ട് നോക്കുമ്പോൾ ആകാശവും കടലും തമ്മിൽ കൂട്ടിമുട്ടുന്ന ഭാഗം ചക്രവാളം. ചക്രവാളം എല്ലാ ഭാഗത്തും ഉണ്ട്. വടക്കും കിഴക്കും തെക്കും പടിഞ്ഞാറും ഒക്കെ ചക്രവാളം ഉണ്ട്. എന്നുവെച്ചാൽ ഇവ തമ്മിൽ യോജിക്കുന്നു എന്ന് തോന്നുന്ന ആ ഭാഗത്തിനെയാണ് നമ്മൾ ചക്രവാളം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ദിവസം രാത്രിയിൽ നമ്മൾ 8 മണിക്ക് കിഴക്കേ ചക്രവാളത്തിലേക്ക് നോക്കി നിൽക്കുമ്പോൾ നമ്മളൊരു നക്ഷത്രത്തെ കാണുന്നു എന്ന് വിചാരിക്കുക. പിറ്റേ ദിവസം അഥവാ അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് മുകളിലോട്ട് ഉയർന്നു വന്ന് അത് നമ്മുടെ തലയ്ക്ക് മുകളിൽ കൂടി അങ്ങ് 12 മണിക്കൂർ കഴിയുമ്പോൾ പടിഞ്ഞാറ് വശത്ത് പോയി അത് അസ്തമിക്കും. നാളെ നമ്മൾ കൃത്യം 8 മണിക്ക് തന്നെ കിഴക്കോട്ട് നോക്കി നിൽക്കുകയാണെങ്കിൽ നമ്മൾ ഇന്നലെ കണ്ട ആ നക്ഷത്രം 4 മിനിറ്റ് നേരത്തെ ഉദിച്ചു പൊങ്ങിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്നുവെച്ചാൽ ഇന്നലെ 8 മണിക്ക് കൃത്യം ഉദിച്ച ആ നക്ഷത്രം ഇന്ന് നോക്കുമ്പോൾ അത് 4
മിനിറ്റിന് മുമ്പേ ഉദിച്ചിട്ട് അത്രയും ഭാഗം മുകളിലോട്ട് ഉയർന്നു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഭൂമി സൂര്യനെ ചുറ്റിക്കറങ്ങുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അങ്ങനെ ഓരോ ദിവസവും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4 മിനിറ്റ് നേരത്തെ നക്ഷത്രങ്ങൾ ഉദിക്കുന്നതായിട്ട് കാണാം. അങ്ങനെ ഒരു വർഷം മുഴുവൻ നമ്മൾ നിരീക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ കണ്ട ആ നക്ഷത്രം അന്ന് രാത്രിയിൽ 8 മണിക്ക് വീണ്ടും ഉദിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ചുറ്റുമുള്ള ആകാശത്തിലെ എല്ലാ നക്ഷത്രങ്ങളെയും നമ്മൾ ഈ ഒരു വർഷം കൊണ്ട് കാണുന്നു. നമ്മുടെ തലയ്ക്ക് മുകളിൽ കിഴക്ക് നിന്നും പടിഞ്ഞാട്ടുള്ള ആകാശത്തിലെ എല്ലാ നക്ഷത്രങ്ങളെയും ഒരു വർഷം കൊണ്ടേ നമ്മൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ നക്ഷത്രങ്ങൾ പതിച്ച ആ ആകാശത്തിന് നമ്മൾ ഭാരതീയർ ഒരു പേരിട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ സംസ്കൃതത്തിൽ അതിൻ്റെ പേര് ഖഗോളം എന്നാണ്. ഖഗോളം ഇംഗ്ലീഷിൽ സെലസ്റ്റിയൽ സ്ഫിയർ എന്ന് പറയും. ഇംഗ്ലീഷിൽ സെലസ്റ്റിയൽ സ്ഫിയർ, മലയാളത്തിലോ സംസ്കൃതത്തിലോ അതിനെ ഖഗോളം എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമിക്ക് ചുറ്റും നക്ഷത്രങ്ങൾ പതിച്ച ഒരു വലിയ ഗോളം ഉണ്ട്. എന്നുവെച്ചാൽ ആ ഗോളത്തിന്റെ ദൂരം എത്രയാണെന്ന് നമുക്കറിയില്ല, അത്രമാത്രം ദൂരെയാണ് ആ ഗോളം സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ ഉൾവശങ്ങളിൽ മുഴുവൻ നക്ഷത്രങ്ങൾ പതിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം, പതിപ്പിച്ചു വെച്ചിരിക്കുന്നതായതുകൊണ്ട് നക്ഷത്രങ്ങൾ തമ്മിൽ സ്ഥാനമാറ്റം ഇല്ല. ദിവസവും നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ നക്ഷത്രങ്ങൾ ഇങ്ങനെ ഉദിച്ച് പടിഞ്ഞാട്ട് പോയി അസ്തമിക്കുന്നതായിട്ട് കാണാം. ഒരു വർഷം കഴിയുമ്പോൾ നമുക്ക് തലയ്ക്ക് മുകളിലുള്ള എല്ലാ നക്ഷത്രങ്ങളെയും നമ്മൾ കാണുന്നു. കൂടുതൽ ആൾക്കാർ ലെഫ്റ്റ് ആകുന്നതായിട്ട് കാണുന്നു. മനസ്സിലാകാത്തോണ്ടാണോ, അതോ ഈ നെറ്റിന്റെ പ്രോബ്ലം വല്ലതും ആണോ? നെറ്റ് പ്രോബ്ലം ആണ്. വീണ്ടും ജോയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ. കാര്യം ഈ ബോറാകുകയാണെന്ന് തോന്നിക്കഴിഞ്ഞാലേ നമ്മൾക്ക് അതൊരു ചിലപ്പം മനസ്സിലാകുന്നില്ല എന്ന് പറയുമ്പോൾ ഒരു വിഷമമുണ്ട്. അതുകൊണ്ടാ. കാര്യം ഒരുപാട് സങ്കല്പിക്കേണ്ട ഒരു ഭാഗമാണല്ലോ ഇത്. അതുകൊണ്ട് അപ്പോൾ നമ്മൾക്ക് ചുറ്റിനുമുള്ള ഈ ആകാശത്തെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് തെക്കും വടക്കും കിഴക്കും എല്ലാം നോക്കിക്കഴിഞ്ഞാൽ നക്ഷത്രങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ് ഈ ഖഗോളം എന്ന് പറയുന്നത്. ഈ ഖഗോളത്തിനകത്താണ് നമ്മളുടെ സൗരയൂഥം സ്ഥിതി ചെയ്യുന്നത്. സൂര്യനും ഭൂമിയും ചന്ദ്രനും വ്യാഴവും ശനിയും ഒക്കെ. അപ്പോൾ ഈ ഖഗോളം വളരെ ദൂരെയാണ്. ഈ സൂര്യൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, ചന്ദ്രൻ ഇവയൊക്കെ ഖഗോളവുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ വളരെ വളരെ അടുത്തുള്ള സാധനങ്ങളാണ്. ഇപ്പൊ സൂര്യനിലേക്ക് പ്രകാശം സഞ്ചരിച്ചെത്താൻ 8 മിനിറ്റ് എടുക്കുമെന്ന് നമുക്കറിയാം. പക്ഷേ ഖഗോളത്തിലേക്കുള്ള ദൂരം കണക്കാക്കി കഴിഞ്ഞാൽ ഈ പറയുന്ന സൂര്യനിലേക്കുള്ള ദൂരമൊക്കെ വളരെ വളരെ ചെറുതാണ്. അതുപോലെ വ്യാഴത്തിലേക്കുള്ള ദൂരവും ശനിയിലേക്കുള്ള ദൂരവും ഒക്കെ ഖഗോളത്തിലേക്കുള്ള ദൂരം വെച്ച് നോക്കുമ്പോൾ ഒന്നുമല്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് ഈ പറയുന്ന ഇത്രയും സാധനങ്ങൾ, അതായത് സൂര്യൻ, ഭൂമിയെ നമുക്ക് ഒന്നും അറിയില്ല. ഭൂമിയിൽ ഇരിക്കുന്നതുകൊണ്ട് ഭൂമിയുടെ ചലനത്തെക്കുറിച്ച് നമുക്ക് യാതൊന്നും അറിയില്ല. പക്ഷേ സൂര്യനെയും ചന്ദ്രനെയും ബുധൻ, ശുക്രൻ, ചൊവ്വ, വ്യാഴം എന്നിവയൊക്കെ നമ്മൾ നിരന്തരം നമ്മുടെ ഖഗോളത്തിലെ നക്ഷത്രങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നിരീക്ഷിച്ചാൽ അവയൊക്കെ ഇങ്ങനെ സഞ്ചരിക്കുന്നതായിട്ട്, അതായത് നമ്മൾക്ക് തലയ്ക്ക് മുകളിലുള്ള ഒരു പാതയിൽ കൂടി ഇവയൊക്കെ കിഴക്കോട്ട് സഞ്ചരിക്കുന്നു. കാര്യം എല്ലാ നക്ഷത്രങ്ങളും, നമ്മൾ ഈ പറയുന്ന ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും എല്ലാം കിഴക്കുദിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുകയാണെങ്കിലും നമ്മളുടെ സൂക്ഷ്മ നിരീക്ഷണത്തിൽ നമുക്കൊരു കാര്യം ബോധ്യമാകും. ഖഗോളത്തിലെ നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂടി ഇവയ്ക്ക് കിഴക്കോട്ടുള്ള ഒരു സഞ്ചാരമുണ്ട്. നമ്മൾ കഴിഞ്ഞ മാസം അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ ചന്ദ്രനെ വെച്ചുകൊണ്ട് ചന്ദ്രനെയും വ്യാഴത്തിനെയും നമ്മൾ ഉദാഹരണങ്ങളാക്കി എടുത്തുകൊണ്ട് ആകാശത്തെ പരിശോധിച്ചപ്പോൾ നമ്മൾ കണ്ട കാര്യമാണ് ചന്ദ്രൻ ഓരോ ദിവസവും കിഴക്കോട്ട് നീങ്ങി പോകുന്നതായിട്ട്. അപ്പോൾ ഈ ചന്ദ്രൻ ഇങ്ങനെ കിഴക്കോട്ട് പോയി 27 ദിവസം കഴിയുമ്പോൾ ആദ്യത്തെ ഖഗോളത്തിലെ ഏതെങ്കിലും ഒരു നക്ഷത്രവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആദ്യ സ്ഥാനത്ത് അത് എത്തിച്ചേരും 27 ദിവസം കഴിയുമ്പോൾ. അതുകൊണ്ട് നമ്മൾ പറയും ഭൂമിയെ ചുറ്റാൻ ചന്ദ്രന് 27 ദിവസം വേണം എന്ന് നമ്മൾ പറയും. അതേപോലെ നമ്മൾ പറഞ്ഞു
സൂര്യനെയും നമ്മൾ ഇതേപോലെ നിരീക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് സൂര്യന്റെ പശ്ചാത്തലത്തിൽ നക്ഷത്രങ്ങളെ ഒരിക്കലും കാണാൻ സാധിക്കില്ല. സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ എല്ലാ നക്ഷത്രങ്ങളും അപ്രത്യക്ഷമാകും. അപ്പൊ അതുകൊണ്ട് സൂര്യനെ നിരീക്ഷിക്കാൻ നമ്മൾക്ക് മാർഗങ്ങളൊന്നും തന്നെയില്ല. എന്നാൽ മനുഷ്യൻ ബുദ്ധിമാനായിരുന്നു. അതുകൊണ്ട് മനുഷ്യൻ എന്ത് ചെയ്തു? രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കിഴക്കേ ചക്രവാളത്തിലുള്ള നക്ഷത്രങ്ങളെ നോക്കും ദിവസവും. ആ നക്ഷത്രങ്ങളെ നോക്കിയതിന് ശേഷം ആ നക്ഷത്രങ്ങളുടെ ഒരു ഉദയ പട്ടിക ഇവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു വർഷം 365 ദിവസവും ഇന്ന സമയത്ത് ഇന്ന നക്ഷത്രം കിഴക്കേ ആകാശത്ത് ഉദിക്കും എന്ന് ഒരു പട്ടിക അങ്ങ് തയ്യാറാക്കി വെച്ചു. കാര്യം 365 ദിവസവും ആകാശത്തെ അതിസൂക്ഷ്മമായി നിരീക്ഷിച്ചിട്ട് നക്ഷത്രങ്ങൾക്ക് പലതിനും പേരിട്ടു. അതോടൊപ്പം തന്നെ നമ്മൾ പറഞ്ഞ പോലെ 12 രാശികളായിട്ട് തിരിച്ച് ആ രാശികളെ നമ്മൾ നിജപ്പെടുത്തി വെച്ചു. ചന്ദ്രന്റെ ഭ്രമണം വെച്ചുകൊണ്ട് ചന്ദ്രന്റെ ഒരു ഭ്രമണപാത നിശ്ചയിച്ച് അതിലെ നക്ഷത്രങ്ങളെ നമ്മൾ നിരീക്ഷിച്ചു വെച്ചു. അതുകൊണ്ട് ഓരോ ദിവസവും ഒരു സമയത്ത് കിഴക്കേ ചക്രവാളത്തിൽ ഏത് നക്ഷത്രമാണ് ഉദിക്കുന്നത് എന്നുള്ള കാര്യം പണ്ടുള്ള ആൾക്കാര് കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ മകരമാസം 1-ാം തീയതി രാവിലെ 6 മണിക്ക് കിഴക്കേ ചക്രവാളത്തിൽ ഏത് നക്ഷത്രമാണ് ഉദിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായ ഒരു പട്ടികയുണ്ട്. ആ പട്ടിക നോക്കിക്കഴിഞ്ഞാൽ പറയാം ഇന്ന നക്ഷത്രമാണ് അവിടെ ഉദിക്കുന്നത്. അതുപോലെ ധനുമാസത്തില് രാവിലെ 10 മണിക്ക് കിഴക്കേ ചക്രവാളത്തിൽ ഏത് നക്ഷത്രം ഉദിക്കും എന്ന് ചോദിച്ചാൽ കൃത്യമായി നമുക്ക് കണക്കുണ്ട്, ഇന്ന നക്ഷത്രമായിരിക്കും ഉദിക്കുന്നത് എന്ന് കണക്കുണ്ട്. അങ്ങനെ 365 ദിവസവും നമ്മളിത് പൂർണ്ണമായി നിരീക്ഷിച്ച്, എന്ന് വെച്ചാൽ അനേക വർഷങ്ങൾ നിരീക്ഷിച്ചിട്ടാണ് നമ്മൾ കൃത്യമായ പട്ടിക ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ പറയുന്ന ജ്യോതിശാസ്ത്രജ്ഞന്മാർക്കെല്ലാം കൃത്യമായിട്ട് കണക്കുണ്ട്. ഓരോ ദിവസവും ഏത് സമയത്ത് ഏത് നക്ഷത്രം കിഴക്ക് ഉദിക്കും എന്നുള്ളതിന് കൃത്യമായ കണക്കുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആകാശത്തെ നക്ഷത്രങ്ങളെ കാണാൻ സാധിക്കാത്തത് കൊണ്ട് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ഉള്ള നക്ഷത്രങ്ങളെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കും. നോട്ട് ചെയ്ത് വെച്ചിട്ട് സൂര്യൻ ഉദിക്കുന്ന സമയത്ത് അവിടെ ഉദിക്കേണ്ട നക്ഷത്രം ഏതാണോ ആ നക്ഷത്രത്തിൽ സൂര്യൻ നിൽക്കുന്നു എന്നങ്ങ് കണക്കാക്കും. അങ്ങനെ ഓരോ ദിവസവും സൂര്യ ഉദയം നമ്മൾ നിരീക്ഷിച്ചുകൊണ്ടേ ഇരുന്നു കഴിഞ്ഞാൽ നമ്മൾക്കൊരു കാര്യം ബോധ്യമാകും. സൂര്യനും നമ്മൾ കണ്ടതുപോലെ ചന്ദ്രന് കണ്ടതുപോലെ കിഴക്കോട്ട് ഒരു മാറ്റം നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂടി ഉണ്ട്. പക്ഷെ സൂര്യൻ മാറുന്നില്ല. ഭൂമി സൂര്യനെ ചുറ്റുന്നത് കൊണ്ട് മാത്രമാണ് സൂര്യൻ കിഴക്കോട്ട് സഞ്ചരിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്. അപ്പോൾ സൂര്യൻ കിഴക്കോട്ട് ഏത് വേഗത്തിലാണോ സഞ്ചരിക്കുന്നത് യഥാർത്ഥത്തിൽ ഭൂമി ആ വേഗതയിലാണ് സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ ഇതെല്ലാം ഖഗോളത്തിന്റെ മധ്യഭാഗത്ത് നടക്കുന്ന ഓരോരോ സംഭവങ്ങളാണ്. അപ്പൊ സൂര്യനെ ചുറ്റി ബുധൻ ആദ്യം, അത് കഴിഞ്ഞ് ശുക്രൻ, അത് കഴിഞ്ഞ് ബുധൻ, ശുക്രൻ, ഭൂമി, മൂന്നാമതായിട്ട് ഭൂമി, പിന്നെ ചൊവ്വ, വ്യാഴം, ശനി, ഇത്തരം ഗ്രഹങ്ങളാണ് നമ്മളുടെ പഴയകാല ജ്യോതിഷികൾ കണ്ടെത്തിയിരുന്നത്. ഭൂമിയെ ചുറ്റി ചന്ദ്രനും കറങ്ങുന്നു. അപ്പോൾ ഈ ഒരു കാര്യം നമ്മളുടെ മനസ്സിലുണ്ട്. അപ്പൊ സൂര്യൻ കിഴക്കോട്ട് നീങ്ങുന്നതായിട്ട്, നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂടി നീങ്ങുന്നതായിട്ട് നമുക്കറിയാം. ചന്ദ്രൻ നീങ്ങുന്നതായിട്ട് അറിയാം. അതേപോലെ തന്നെ ശുക്രനും വ്യാഴവും ശനിയും ഒക്കെ നീങ്ങുന്നതായിട്ട് നമ്മൾക്ക് അറിയാം. ഇനി നമുക്ക് ഒരു ചെറിയ ചിത്രം കാണാം. പക്ഷേ സൂര്യൻ ചലിക്കുന്നുണ്ടോ? എന്തോ? സൂര്യന് ചലിക്കുന്നുണ്ടോ? സൂര്യൻ, അതായത് സൂര്യൻ യഥാർത്ഥത്തിൽ ചലിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ വളരെ ആധുനികമായിട്ടുള്ള ചില ശാസ്ത്രങ്ങളിൽ, അതായത് ചില ഹൈപ്പോത്തിസിസുകളൊക്കെ ഉണ്ട്. ആ ഹൈപ്പോത്തിസുകൾ പ്രകാരം സൂര്യനും സഞ്ചരിക്കുന്നു എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട്. പക്ഷെ നമ്മളുടെ ഇത്രയും കാലത്തെ പരീക്ഷണ നിരീക്ഷണങ്ങളിൽ ഇതുവരെ അത് കണ്ടെത്താൻ നമുക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ ഹൈപ്പോത്തിസിസിൽ അങ്ങനെ പറയുന്നുണ്ട്. ആകാശഗംഗ എന്ന് പറയുന്ന ഒരു വലിയ ഗാലക്സിയിലാണ് നമ്മളുടെ സൗരയൂഥം. ഈ സൗരയൂഥങ്ങളെ പോലുള്ള 10,000-കണക്കിന് സൗരയൂഥങ്ങൾ ചേർന്നതാണ് ഒരു ഗാലക്സി. ഈ ഗാലക്സി എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ഗാലക്സിയെ ചുറ്റി ഇതിനകത്തെ നക്ഷത്രങ്ങൾ സഞ്ചരിക്കുന്നുണ്ട്. അങ്ങനെ നക്ഷത്രങ്ങൾ സഞ്ചരിക്കുമ്പോൾ സൂര്യനും ഒരു നക്ഷത്രമായതുകൊണ്ട് അതിന് മൂവ്മെന്റ് ഉണ്ട് എന്ന് പറയുന്നു. ഇത് ആക്ച്വലി ഒരു ഹൈപ്പോത്തിസിസ് ആണ്, അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റ് ആണ്. നമുക്ക് ഇതിനെ കൊറോബറേറ്റ് ചെയ്യുന്ന യാതൊരു തെളിവുകളും ഇന്നുവരെ ലഭിച്ചിട്ടില്ല. പക്ഷെ മനുഷ്യൻ ഇങ്ങനെ പ്രപഞ്ചത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ നമ്മൾക്ക് ഇതിനെ ഒന്നും നിഷേധിക്കാൻ പറ്റില്ല. നമ്മൾക്ക്
കൃത്യമായ തെളിവുകൾ കിട്ടുന്നത് വരെ ഈ ശാസ്ത്രജ്ഞന്മാർ പറയുന്ന കാര്യങ്ങൾ സത്യമാണ് എന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോകാനേ നമ്മൾക്ക് ഇപ്പോൾ ആകൂ. കാരണം നമ്മൾ പ്ലൂട്ടോ ഒരു ഗ്രഹമാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ സ്കൂൾ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ ഇത്രയും സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങളാണ് എന്ന് നമ്മൾ പഠിച്ചു. PSC ടെസ്റ്റിലൊക്കെ ഞങ്ങൾ എഴുതുന്ന സമയത്ത് ഈ ഇത്രയൊക്കെയുള്ള കാര്യങ്ങൾ PSC ടെസ്റ്റിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വളരെ റീസെന്റ് ആയിട്ട് ഒരു 8-9 വർഷം മുമ്പ് മുതൽ പുതിയ ചില കൺസെപ്റ്റുകൾ ലോകത്ത് വരികയാണ്. അതനുസരിച്ച് അവർ പറയുന്നു പ്ലൂട്ടോ ഒരു ഗ്രഹമല്ല. കാര്യം പ്ലൂട്ടോയുടെ ഭ്രമണപഥത്തിൽ ചില വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ട് ഒരു ഗ്രഹത്തിന്റെ ഭ്രമണപഥത്തിൽ നിന്നും വിഭിന്നമായിരിക്കുന്നത് കാരണം പ്ലൂട്ടോയെ ഒരു ഗ്രഹമായി കരുതേണ്ടതില്ല എന്നുള്ള ഒരു ശാസ്ത്രയുക്തി ഇപ്പോൾ മുന്നിൽ വെച്ചിരിക്കുകയാണ്. അത് ഇന്റർനാഷണലി അത് അക്സെപ്റ്റ് ചെയ്തിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഈ ശാസ്ത്രം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ പഠിച്ച് വരുന്നതനുസരിച്ച് നമ്മളുടെ പണ്ടത്തെ പല ധാരണകളും മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സൂര്യൻ ചലിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഇതുവരെയുള്ള കൺസെപ്റ്റ്, നമ്മളുടെ അനുഭവങ്ങളിൽ നിന്നും നമ്മുടെ നിരീക്ഷണങ്ങളിൽ നിന്നും സൂര്യൻ ചലിക്കുന്നില്ല. പക്ഷെ നമ്മൾ സൂര്യൻ ചലിക്കുന്നു എന്നുള്ള രീതിയിൽ പല തിയറികളും ഇപ്പോൾ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. അത് കണ്ടെത്തിയിട്ടില്ല എന്ന് മാത്രം. അപ്പൊ ഇനി നമ്മൾ കാര്യങ്ങൾ പറയാൻ പോവാണ്. ഞാൻ ആ ചിത്രത്തിലേക്ക് പോകാം. ശരി. ഓക്കെ. ഇപ്പോൾ നിങ്ങൾക്കൊരു ചിത്രം കാണാം അല്ലേ? അതെ, കാണാം. അപ്പൊ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ഖഗോളമാണ്. ഖഗോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭൂമിക്ക് ചുറ്റുമുള്ള ആകാശത്തെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് അതിഭീമാകാരനായ ഒരു ഗോളമാണ്. പ്രകാശ വർഷങ്ങളാണ് അതിന്റെ റേഡിയസ്. അങ്ങനെ പറഞ്ഞാൽ പോലും നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ എത്ര കോടി വർഷങ്ങൾ സഞ്ചരിച്ചാലും നമ്മൾ ഇതിന്റെ അങ്ങേ തലയ്ക്കൽ എത്തില്ല. എന്ന് വെച്ചാൽ അത്രമാത്രം ദുരൂഹമായ, അത്രമാത്രം വലിപ്പമുള്ള ഒരു വലിയ ഗോളമാണ് ഈ പറയുന്ന ഖഗോളം. ഈ ഖഗോളത്തില് ഈ കാണുന്ന ഓരോ കുത്തുകളും നക്ഷത്രങ്ങളാണ്. പക്ഷെ ഈ നക്ഷത്രങ്ങളെയൊക്കെ ചേർത്ത് ചില രൂപങ്ങളൊക്കെ മെനഞ്ഞിട്ട് അതിനൊക്കെ ഓരോ പേര് കൊടുത്തു വെച്ചിരിക്കുകയാണ്. എന്നുവെച്ചാൽ ഇവ തമ്മിൽ ഇപ്പൊ നമ്മൾ ഈ കാണുന്ന ഈ ഒരു രൂപം, ഇതിന് ഉർസ മേജർ എന്നാണ് ഇതിന്റെ പേര് കൊടുത്തിരിക്കുന്നത്. ഇതിന് ഈ ഷേപ്പിന് ഒരിക്കലും ഒരു വ്യത്യാസം ഉണ്ടാകുന്നില്ല. നമ്മളൊരു കഴിഞ്ഞ 1000 വർഷമായിട്ടുള്ള നമ്മുടെ നിരീക്ഷണം നമ്മൾ നടത്തി നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ഈ നക്ഷത്രങ്ങളെല്ലാം ഇതേ പൊസിഷനിൽ തന്നെയാണ് നിൽക്കുന്നത്. ഈ ചിത്രത്തിന് യാതൊരു മാറ്റവും ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. അപ്പൊ ഇതുകൊണ്ട് ഈ നക്ഷത്രങ്ങളെല്ലാം സ്ഥിരമാണെന്ന് പറയാം. നമ്മളുടെ ഖഗോളത്തിലുള്ള നക്ഷത്രങ്ങൾ അതുകൊണ്ട് തന്നെ സ്ഥിരമാണ്. ഇനി ഈ ഖഗോളത്തിന് ഭൂമിക്ക് ഒരു ഭൂമധ്യരേഖ ഉള്ളതുപോലെ ഖഗോളത്തിനും ഒരു മധ്യരേഖയുണ്ട്. ആ മധ്യരേഖ എന്ന് പറയുന്നതാണ് ദാണ്ട് ഈ കാണുന്ന ഡോട്ടഡ് ലൈൻസ്. ഈ മധ്യരേഖയ്ക്കും യാതൊരു മാറ്റവുമില്ല. നമ്മൾ കാണുന്ന ഈ ഒറിയോൺ എന്നും പറഞ്ഞ് ഇന്നിപ്പോ രാത്രി നമ്മൾ ആകാശത്തേക്ക് നോക്കിയാൽ ഒറിയോൺ എന്നും പറഞ്ഞൊരു വേട്ടക്കാരനെ നമുക്ക് കാണാൻ സാധിക്കും. ആ വേട്ടക്കാരന്റെ ബെൽറ്റായിട്ടൊരു 3 നക്ഷത്രങ്ങളെ കാണാം. ആ 3 നക്ഷത്രങ്ങളിലെ ഒരു നക്ഷത്രത്തിൽ കൂടിയാണ് ഈ ഖഗോള മധ്യരേഖ കടന്നു പോകുന്നത്. അതിപ്പോഴും അങ്ങനെയാണ്. 1000 വർഷം മുമ്പും അങ്ങനെ തന്നെയായിരുന്നു. അതിന് യാതൊരു മാറ്റവുമില്ല. അപ്പോൾ ഈ ഇങ്ങനെ നക്ഷത്രങ്ങളെല്ലാം അടങ്ങിയിരിക്കുന്ന ഖഗോളത്തിന്റെ മധ്യത്തിൽ, അതായത് ഒരു ഫുട്ബോളിന്റെ മധ്യത്തിൽ ഒരു കടുകുമണി ഇരിക്കുന്നത് പോലെ, ആ കടുകുമണി ഭൂമിയാണെന്ന് സങ്കല്പിച്ചാൽ ആ പറയുന്ന ഫുട്ബോൾ ആയിരിക്കും ഖഗോളം. ആ ഫുട്ബോളിന്റെ അകവശത്ത് ഈ പറയുന്ന തരത്തിലുള്ള നക്ഷത്രങ്ങളെല്ലാം പതിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഭൂമി കറങ്ങുമ്പോൾ ഈ പറയുന്ന ഇതൊന്നും കറങ്ങുന്നൊന്നുമില്ല. ഭൂമി കറങ്ങുമ്പോൾ ഇതിങ്ങനെ പതുക്കെ നമ്മുടെ തലയ്ക്ക് മുകളിൽ കൂടി
കിഴക്ക് നിന്നും പടിഞ്ഞാട്ട് പോകുന്നതായിട്ട് തോന്നുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ തൽക്കാലം ഖഗോളം എന്ന് സങ്കല്പിക്കുക. ഇനി വേറൊരു ചിത്രം, ഇതിനകത്ത് തന്നെ നോർത്ത് ഉണ്ടല്ലോ. അപ്പൊ ഖഗോളത്തിന്റെ വടക്കേ ഭാഗമാണ് ഇവിടം. ഇത് ഈ കാണുന്നത് തെക്കേ ഭാഗം, ഇത് പടിഞ്ഞാറേ ഭാഗം, ഇത് കിഴക്കേ ഭാഗം. അപ്പൊ പടിഞ്ഞാറും കിഴക്കും കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഖഗോളത്തിനും പടിഞ്ഞാറും കിഴക്കും ഉണ്ട്. അതിന്റെ വടക്കേ ഭാഗത്താണ് ധ്രുവനക്ഷത്രം സ്ഥിതി ചെയ്യുന്നത്. ധ്രുവനക്ഷത്രത്തിന് ചലനം ഉള്ളതായിട്ട് നമുക്ക് തോന്നത്തില്ല. കാര്യം ഭൂമിയുടെ അക്ഷം ധ്രുവനക്ഷത്രത്തിൽ കൂടി കടന്നു പോകുന്നു എന്നാണ് സങ്കല്പം. അതുകൊണ്ട് ആ നക്ഷത്രത്തിന് മാത്രം യാതൊരു മാറ്റവുമില്ല. അതുകൊണ്ടാണ് പുരാണത്തില് നമ്മൾ ഈ ധ്രുവ നക്ഷത്രത്തിന് ഇത്ര പ്രാധാന്യം. ഭാരതീയര് മോശക്കാരല്ല. ആ ധ്രുവനെ നമ്മളൊരു പുരാണ കഥാപാത്രമാക്കിയിട്ടുണ്ട്. നിങ്ങൾ ധ്രുവനെ കുറിച്ച് പുരാണത്തിൽ പഠിച്ചിട്ടുണ്ടാകാം അല്ലേ? എനിക്ക് തോന്നുന്നു ഉത്ഥാനപാദൻ എന്ന് പറയുന്ന ഒരു രാജാവിന്റെയോ മറ്റോ മകനാണ് ഈ ധ്രുവൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഉത്ഥാനപാദന്റെയും സുനീതിയുടെയും. ആരുടെയൊക്കെ? ഉത്ഥാനപാദന്റെയും സുനീതിയുടെയും. സുനീതി. ഓക്കെ. എനിക്കും ഇങ്ങോട്ട് അറിവ് കിട്ടിയതിൽ വളരെ സന്തോഷം. അപ്പൊ ഞാനിത് പണ്ട് എവിടെയോ വായിച്ചിട്ടുള്ളതാണ്. ഇപ്പം യാദൃശ്യമായിട്ട് അതങ്ങ് പറഞ്ഞു പോയെന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഉത്ഥാനപാദന്റെ മകനാണ്. ഒരിക്കൽ ഈ മകൻ പിണങ്ങിയിട്ട് കൊട്ടാരം വിട്ട് പോയി ഒരു സ്ഥലത്ത് ഇരിക്കുന്നതായിട്ടാണ്. എപ്പോഴും ഇത് കാണുന്ന ഒരു പൊസിഷനിലായിരിക്കണം എന്നുള്ളത് കൊണ്ടാണ് അവിടെ പോയി ഇരുന്നതെന്നൊക്കെയാണ് കഥ. അപ്പൊ നമ്മള് എത്ര ഭംഗിയായിട്ടാണ് നമ്മുടെ ജ്യോതിശാസ്ത്രത്തെ നമ്മുടെ പുരാണവുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ പുരാണങ്ങളിൽ ധാരാളം ഭാഗങ്ങളിൽ നമുക്ക് ഈ നക്ഷത്രങ്ങളെ കൊണ്ടുവന്ന് ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പലപ്പോഴും ഈ പല ഗോത്രങ്ങളുടെയൊക്കെ പേരുകൾ ഈ ആകാശ നക്ഷത്രങ്ങളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഉണ്ടായിരിക്കുന്നത്. പല പുരാണ കഥകളിലും നമ്മൾ പറയുന്ന അരുന്ധതിയും ഒക്കെ ആകാശ നക്ഷത്രങ്ങളാണ് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. ഇപ്പൊ സംസ്കൃതം പഠിക്കുന്നവർക്ക് സാഹിത്യത്തിൽ കൂടി പോകുമ്പോൾ പലപ്പോഴും നമ്മൾ ഈ ആകാശ നക്ഷത്രങ്ങളെയൊക്കെ നമുക്ക് കണ്ടുമുട്ടാൻ സാധിക്കും. പല ആകാശ നക്ഷത്രങ്ങളെയും നമുക്ക് കാണാം. ഇപ്പൊ നമ്മൾ അത്രി മഹർഷി എന്ന് കേട്ടിട്ടില്ലേ? ഈ അത്രി മഹർഷി എന്ന് പറയുന്ന അത്രി എന്ന് പറയുന്ന ഒരു നക്ഷത്ര സമൂഹം ആകാശത്ത് ഉണ്ട്. അതുപോലെ കാർത്തിക എന്ന് പറയുമ്പോൾ കാർത്തിക എന്ന് പറയുന്ന ഒരു നക്ഷത്ര സമൂഹം ഉണ്ട്. കാർത്തികേയൻ എന്ന് പറഞ്ഞാൽ സുബ്രഹ്മണ്യനാണെന്നും ആ സുബ്രഹ്മണ്യനുമായി ബന്ധപ്പെട്ടാണ് ആ കാർത്തിക നക്ഷത്രം ഉണ്ടെന്ന് പറയുന്നതൊക്കെ. അതായത് ആ കാർത്തിക നക്ഷത്രത്തിന്റെ ഒരു പ്രത്യേകത, നമ്മുടെ കൈലാസ പർവ്വതത്തിന്റെ മുകളിൽ ഈ അതായത് കിഴക്ക് നിന്നും പടിഞ്ഞാട്ടുള്ള അതിന്റെ ആ പോക്കില് ഈ നമ്മുടെ കൈലാസത്തിന്റെ മുകളിൽ കൂടിയാണ് ഈ കാർത്തിക പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ കാർത്തികയ്ക്ക് ഇത്രയും ഒരു പ്രാധാന്യം വന്നിരിക്കുന്നത്. അതാണ് ഈ ശിവന്റെ മകനായിട്ട് അത് സങ്കല്പിക്കപ്പെടാനുള്ള കാര്യമൊക്കെ. അങ്ങനെ പുരാണത്തിനെ നമ്മൾ ജ്യോതിശാസ്ത്രവുമായിട്ട് നമ്മൾ നന്നായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ 4 യുഗങ്ങൾ, ത്രേതായുഗം, കൃതയുഗം, ദ്വാപരയുഗം എന്നൊക്കെ പറയുമ്പോൾ അത് ശരിക്കും ജ്യോതിശാസ്ത്രമാണ്. ഭാരതീയ ജ്യോതിശാസ്ത്രത്തിലെ ഓരോരോ ഭാഗങ്ങളാണ് അതൊക്കെ. അതിനെ നമ്മൾ എത്ര ഭംഗിയായിട്ടാണ് നമ്മുടെ പുരാണ കഥകളുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നത്. ത്രേതായുഗത്തിലോ മറ്റോ അല്ലേ രാമൻ, അല്ലേ? അതോ ദ്വാപര യുഗത്തിലാണോ? അങ്ങനെ നമ്മൾ ദ്വാപര യുഗം ഇല്ലേ കേട്ടിട്ടില്ലേ? അപ്പൊ ഇതൊക്കെ നമ്മൾ ഈ ജ്യോതിശാസ്ത്രത്തിൽ നിന്നും നമ്മുടെ പുരാണങ്ങളിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന ഓരോ ഭാഗങ്ങളാണ്. അപ്പൊ നമുക്ക് പുരാണത്തെ വിട്ട് അല്ലെങ്കിൽ സംസ്കൃത സാഹിത്യത്തെ വിട്ട് ഒരു ജ്യോതിശാസ്ത്രം ഇല്ല എന്നുള്ള കാര്യവും കൂടി നമ്മൾ ഈ അവസരത്തിൽ മനസ്സിലാക്കണം. അപ്പോ ജ്യോതിശാസ്ത്രം ഏറ്റവും പഠിക്കാൻ എളുപ്പമുള്ള ആള് സംസ്കൃതം നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ്. സംസ്കൃതം നന്നായിട്ട് അറിയാമെങ്കിൽ നമ്മളുടെ മുന്നിൽ 100 കണക്കിന് വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ കിടക്കുകയാണ്. അതിനെയൊക്കെ വായിച്ച് വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ അല്പ സയൻസ് അറിയാവുന്ന ഒരാളിന് നന്നായിട്ട് സംസ്കൃതം കൂടി അറിയാമെങ്കിൽ ഈ സംസ്കൃത കൃതികളെല്ലാം വായിച്ച് എന്തെല്ലാം പുതിയ അറിവുകൾ നമുക്ക് സമൂഹത്തിന് നൽകാൻ സാധിക്കും എന്നറിയോ? അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതിനെയെല്ലാം നമ്മൾ ഒരു പോസിറ്റീവായിട്ട് എടുത്തുകൊണ്ട് വേണം മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെ ഉത്തര ധ്രുവത്തിൽ ധ്രുവനക്ഷത്രമുണ്ട്. ആ ധ്രുവനക്ഷത്രം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മാറുന്നില്ല. ആകാശ നക്ഷത്രങ്ങളെല്ലാം കിഴക്ക് നിന്നും പടിഞ്ഞാട്ട് പോകുമെങ്കിലും ധ്രുവനക്ഷത്രം മാത്രം എന്നും നമ്മുടെ കേരളത്തിലുള്ള കൊച്ചിയിലുള്ള ആൾക്കാരെ സംബന്ധിച്ച് എന്തോ ഒന്ന് ഫുൾ സ്ക്രീൻ ആക്കാമോ പടം, ചിത്രം? നോക്കട്ടെ. ആ പച്ച നിറത്തിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ. ഓക്കെ. അപ്പോഴേ
ഈ ഉത്തരഭാഗത്ത് നിൽക്കുന്ന ഈ പറയുന്ന ധ്രുവ നക്ഷത്രം നമ്മുടെ കൊച്ചിയിലുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വടക്കേ ചക്രവാളത്തിൽ നിന്ന് 9 ഡിഗ്രി മുകളിൽ നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. വടക്കേ ചക്രവാളത്തിൽ നിന്ന് 9 ഡിഗ്രി മുകളിലായിട്ട് കാണാൻ സാധിക്കും. പക്ഷേ നമ്മൾക്കത് കാണാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാര്യം വടക്കേ ചക്രവാളത്തിൽ നമ്മൾ നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മരങ്ങളും എല്ലാം നിൽക്കുന്നത് കൊണ്ട് നമ്മൾക്ക് 9 ഡിഗ്രി താഴെ, അതായത് ചക്രവാളം, നമ്മൾ കാണുന്ന ചക്രവാളത്തിനും താഴെയായിട്ടായിരിക്കും ഇത് നിൽക്കുന്നത്. അതുകൊണ്ട് വളരെ പ്രയാസമാണ്. കടലിൽ പോയി നമ്മൾ വടക്കോട്ട് നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന കൊച്ചിയിൽ നിന്നും പടിഞ്ഞാട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ കടലിൽ നിന്നുകൊണ്ട് നല്ല തെളിഞ്ഞ ആകാശമുള്ള ദിവസം വടക്കോട്ട് നോക്കിക്കഴിഞ്ഞാൽ അതായത് കടലിന്റെ ആ ചക്രവാളത്തിൽ നിന്നും ഒരു ചാൺ മുകളിൽ നമ്മൾ കൈ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു ചാൺ മുകളിൽ ഇങ്ങനെ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അത് സ്ഥാനം മാറാത്തത് കൊണ്ട് പണ്ട് കപ്പലിൽ യാത്ര ചെയ്തിരുന്ന സഞ്ചാരികളുടെ എല്ലാം ഏറ്റവും വേണ്ടപ്പെട്ട ഒരു നക്ഷത്രമായിരുന്നു ധ്രുവ നക്ഷത്രം. അവർക്ക് ദിക്ക് തെറ്റാതെ കൃത്യമായി അവര് ദിക്ക് അറിഞ്ഞിരുന്നത് ഈ ധ്രുവ നക്ഷത്രത്തെ അടിസ്ഥാനമാക്കിയായിരുന്നു. അപ്പോൾ പോർച്ചുഗീസുകാരും ഒക്കെ 1498 കേരളത്തിലേക്ക് എത്തി, കടലിൽ കൂടി എത്തിയപ്പോൾ അവർക്കൊക്കെ വഴികാട്ടിയായി നിന്നത് ഈ പറയുന്ന ധ്രുവ നക്ഷത്രമാണ്. അപ്പോൾ ജ്യോതിശാസ്ത്രത്തിന് എത്രമാത്രം പ്രാധാന്യം നമ്മുടെ ചരിത്രത്തിലും അതേപോലെ നമ്മുടെ പുരാണത്തിലും ഒക്കെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത്രയും പ്രാധാന്യം ആ ധ്രുവനുള്ളത് കൊണ്ടാണ് ഈ നമ്മുടെ പുരാണങ്ങളിലെല്ലാം ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഖഗോളം എന്ന് പറയുന്നത്. ഇതിനൊരു അപ്പുറം ഒരു വശമുണ്ട്. ആ വശമൊക്കെ നമ്മൾ അടുത്ത പ്രാവശ്യം നമുക്ക് ഇതിനെ ഒന്ന് ഉരുട്ടി കാണിക്കുന്ന തരത്തിൽ ഉള്ള ചില ചിത്രങ്ങളുണ്ട്. അത് നമുക്ക് അടുത്ത പ്രാവശ്യം എടുക്കാം. ഇനിയും വേറൊരു ചിത്രത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ചേട്ടാ ഒരു സംശയം ചോദിച്ചോട്ടെ? ചോദിച്ചോട്ടെ. അല്ല, ഒരു സംശയം എന്ന് പറഞ്ഞാൽ അത് ഒന്നുകൂടെ ഒന്ന് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതായത് നമ്മുടെ ഭൂമധ്യരേഖയെ എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടുന്ന, ഖഗോളത്തിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടുന്ന സർക്കിൾ അല്ലേ ഖഗോള മധ്യരേഖ എന്ന് പറഞ്ഞത്? ഓക്കെ, അത് തന്നെ. ഇത് രാജീവല്ലേ? അതെ. സൗണ്ട് കേട്ടപ്പോൾ എനിക്ക് സൗണ്ട് കൊണ്ട് തിരിച്ചറിഞ്ഞതാണ്. എന്റെ സ്ക്രീനിൽ ഇപ്പം ചിത്രം മാത്രമേ ഉള്ളൂ. അപ്പൊ അന്നേരം എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടി ഞാനൊന്നും പറഞ്ഞു. അന്നേരം അതൊന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്ക്രീനിന്റെ, അതായത് നമ്മൾ ഇരിക്കുമ്പോൾ സ്ക്രീനിനെ നോക്കിയിരിക്കുമ്പോൾ നമ്മുടെ ഇടതുവശം കാണുന്നതാണ് നോർത്ത് എന്നും വലതുവശത്ത് കാണുന്നതാണ് സൗത്ത് എന്നും ആൾക്കാർക്ക് ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിട്ടേ. അതായത് നമ്മൾ ഭൂമിക്ക് ഒരു ഭൂമധ്യരേഖ ഉള്ളതായിട്ട് നമുക്കറിയാം. അപ്പൊ ആ ഭൂമധ്യരേഖ നേരെ മുകളിലോട്ട് അങ്ങ് വലിച്ച് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു തലം എക്സ്റ്റെൻഡ് ചെയ്ത് പോവുകയാണെങ്കിൽ അത് ഖഗോളത്തിൽ ചെന്ന് മുട്ടും. അപ്പൊ മുട്ടുമ്പോൾ ആ ഖഗോളത്തിലും ഇതേപോലെ ഒരു ലൈൻ, അല്ലെങ്കിൽ ആ ഖഗോളത്തിനെ അത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും, തെക്കും വടക്കുമായിട്ട്. ആ ഭാഗത്തിനെയാണ് നമ്മൾ ഖഗോള മധ്യരേഖ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സെലസ്റ്റിയൽ ഇക്വേറ്റർ എന്ന് പറയും. ഭൂമധ്യരേഖ എന്ന് പറയുന്നത് പോലെ തന്നെ ഖഗോളത്തിനും ഒരു മധ്യരേഖയുണ്ട്. ആ മധ്യരേഖയുടെ പേര് സെലസ്റ്റിയൽ ഇക്വേറ്റർ എന്നാണ്. അത് നമ്മുടെ ഭൂമധ്യരേഖയ്ക്ക് പാരലായിട്ട് അതിന് മുകളിൽ കൂടിയായിരിക്കും അത് കടന്നു പോകുന്നത്. ഇവിടെ ചിത്രത്തിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഇതാണ് ഈ പറയുന്ന കാര്യം. നമ്മുടെ ഖഗോള മധ്യരേഖയിലാണ് നമ്മളുടെ കന്നിരാശി നിൽക്കുന്നത്. ഇവിടെ വിർഗോ എന്ന് എഴുതിയേക്കുന്നുണ്ടല്ലേ, കന്നിരാശിയുടെ നക്ഷത്രങ്ങളാണ് ഈ കാണിച്ചിരിക്കുന്നത്. കന്നിരാശിയുടെ പടമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഖഗോള മധ്യരേഖയിലാണ് ആ പറയുന്ന കന്നിരാശി സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതായത് നമ്മൾ ചിത്തിര എന്ന് പറയുന്ന ഒരു നക്ഷത്രം നിങ്ങൾക്കറിയാം അല്ലെ? ചിത്തിര നക്ഷത്രം എന്ന് കേട്ടിട്ടുണ്ടല്ലോ. ചിത്തിര നക്ഷത്രത്തിന് ഭയങ്കരമായ പ്രാധാന്യം നമ്മുടെ ജ്യോതിശാസ്ത്രത്തിലുമുണ്ട്, അതേപോലെ തന്നെ നമ്മളുടെ സംസ്കൃത സാഹിത്യത്തിലുമുണ്ട്. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും ചിത്രാ പൗർണമി. ചിത്രാ പൗർണമി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു വലിയ പുരാണത്തിലേക്കുള്ള ഒരു യാത്ര നമ്മൾ അറിയാതെ അങ്ങ് ചെയ്തു പോകും. അത്രമാത്രം സങ്കല്പിക്കപ്പെടുന്ന ഒരു വാക്കാണത്. എന്നുവെച്ചാൽ ചിത്തിര നക്ഷത്രത്തിൽ സൂര്യൻ എത്തുന്ന സമയത്തുണ്ടാകുന്ന പൗർണമിയാണ് ചിത്രാ പൗർണമി എന്ന് പറയുന്നത്. ഈ ചിത്തിര നക്ഷത്രം ജ്യോതിശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള ഒരു നക്ഷത്രമാണ്. കാര്യം ജ്യോതിശാസ്ത്രത്തിന്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാനായിട്ട് ഈ ചിത്തിര നക്ഷത്രത്തിനെ നമ്മൾ ഉപയോഗിക്കുന്നു. അതാണ്ട് ഇവിടെ ഞാനിപ്പം കഴ്സർ കൊണ്ടുവച്ചിരിക്കുന്നതാണ് സ്പിക്ക എന്ന് കാണുന്നില്ലേ? അതിന് സ്പിക്കാന്നോ സ്പൈക്കാന്നോ എന്താണ് അതിന്റെ ഉച്ചാരണം എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. പലരും സ്പൈക്കാന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ചിത്തിര നക്ഷത്രം. ഈ ചിത്തിര നക്ഷത്രത്തിന്റെ പ്രത്യേകത, അത് ഈ പറയുന്ന ഖഗോള മധ്യരേഖയിൽ നിന്നും വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു നക്ഷത്രമാണത്.
ഖഗോള മധ്യരേഖയിൽ നിന്നും വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു നക്ഷത്രമാണ്. ഈ നക്ഷത്രത്തിന്റെ 180 ഡിഗ്രി ഓപ്പോസിറ്റ് ആയിട്ടാണ് അശ്വതി നക്ഷത്രം സ്ഥിതി ചെയ്യുന്നത്. അതായത് ഈ നക്ഷത്രത്തിന്റെ നേരെ 180 ഡിഗ്രി അപ്പുറത്താണ് നമ്മളുടെ അശ്വതി നക്ഷത്രത്തിന്റെ തുടക്കം എന്ന് പറയുന്നത്. അതുകൊണ്ട് സൂര്യന്റെ പഠനം അല്ലെങ്കിൽ സൂര്യന്റെ കാലങ്ങൾ അല്ലെങ്കിൽ ഋതുക്കൾ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചെല്ലാം പഠനം നടത്തുമ്പോൾ നമ്മൾ ഈ പറയുന്ന ചിത്തിര നക്ഷത്രം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അതായത് ഇന്ന് ഉച്ചയ്ക്ക് കൃത്യം 12 മണി സമയത്ത് നിഴലില്ലാതെ വരുന്ന ആ സമയം എന്ന് വെച്ചാൽ കൃത്യം സൂര്യൻ തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന ആ സമയത്ത് നമ്മൾ സമയം നോട്ട് ചെയ്ത് വെക്കാം. ഇപ്പം 12 മണി 10 മിനിറ്റിന് നമ്മളുടെ നിഴലില്ലാത്ത സമയം വന്നു എന്ന് വിചാരിക്കുക. 12 മണി 10 മിനിറ്റിന് നിഴലില്ലാത്ത സമയം വന്നു. നമ്മൾ വീണ്ടും സമയം നോക്കി നമ്മളിങ്ങനെ പോവാണ്. രാത്രി 12:10 ആകുമ്പോൾ, അതായത് കൃത്യം 12 മണിക്കൂർ കഴിയുമ്പോൾ നമ്മളുടെ തലമുകളിൽ ഈ സ്പിക്ക എന്ന് പറയുന്ന നക്ഷത്രമാണ് എത്തിച്ചേരുന്നതെങ്കിൽ നമ്മൾ അന്നേരം പറയും സൂര്യൻ അന്ന് അശ്വതി നക്ഷത്രത്തിന്റെ തുടക്കത്തിൽ നിൽക്കുന്നു എന്ന് പറയും. കാര്യം സൂര്യൻ നേരെ ഓപ്പോസിറ്റ്. അതായത് ഉച്ചയ്ക്ക് സൂര്യൻ എവിടെയാണ് നിന്നതെന്നുള്ള കാര്യം, അതായത് നമുക്കിപ്പം നമ്മൾ ഉച്ചയ്ക്ക് 12 മണിക്ക് നമ്മൾ നിഴലില്ലാത്ത സമയം നമ്മൾ നോട്ട് ചെയ്ത് വെക്കുന്നു. നിഴലില്ലാത്ത സമയം 12:10 അല്ലെങ്കിൽ 12:15 എന്തെങ്കിലും വെക്കുക ഒരു സമയം, അല്ലെങ്കിൽ 12 മണി തന്നെ ആയിക്കോട്ടെ. ഈ 12 മണിയാണെന്ന് നമ്മൾ കണ്ടെത്തി നമ്മൾ ആ സമയം നോട്ട് ചെയ്ത് വെച്ചിട്ട് രാത്രി ആ 12 മണിക്ക് നമ്മൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ നമ്മളുടെ തലയ്ക്ക് മുകളിൽ ഈ സ്പിക്ക നക്ഷത്രമാണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും സൂര്യൻ മറുപുറത്ത് അശ്വതി നക്ഷത്രത്തിന്റെ തുടക്കത്തിലാണ് നിൽക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് മേടമാസം തുടങ്ങി എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കും. ഈ ഒരു രീതിയിലാണ് സൂര്യന്റെ സ്ഥാനം കണക്കാക്കി നമ്മളുടെ പഞ്ചാംഗങ്ങളെല്ലാം ഗണിച്ചു വെച്ചിരിക്കുന്നത്. അതായത് അർദ്ധരാത്രിയിൽ നമ്മളുടെ തലയ്ക്ക് മുകളിൽ ഏത് സ്ഥലത്താണോ നിൽക്കുന്നത്, അതായത് മധ്യാഹ്നം എന്ന് പറയുന്നത് കണക്കാക്കിയിട്ട് ആ കൃത്യസമയത്ത് രാത്രി ആ സമയത്ത് നമ്മുടെ തലയ്ക്ക് മുകളിൽ ഏത് നക്ഷത്രത്തെ നമ്മൾ കാണുന്നുവോ ആ നക്ഷത്രത്തിന് 180 ഡിഗ്രി അപ്പുറത്തുള്ള നക്ഷത്രത്തിൽ സൂര്യൻ നിൽക്കുന്നു എന്നുള്ള രീതിയിൽ സൂര്യന്റെ സ്ഥാനം കണക്കാക്കി പോകുന്ന ആ വ്യവസ്ഥിതി കണ്ടുപിടിച്ചത് ഇന്ത്യക്കാരാണ്. അതിന് അർദ്ധരാത്രിക വ്യവസ്ഥിതി എന്ന് പറയും. ഇതിന്റെ ഉപജ്ഞാതാവ് ആര്യഭടനാണ്. അപ്പൊ ഇതിനെ ബേസ് ചെയ്താണ് ആര്യഭടീയം രചിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആര്യഭടീയം എന്ന് പറയുന്നത് മോസ്റ്റ് ആക്യുറേറ്റ് ജ്യോതിശാസ്ത്ര ഗ്രന്ഥമാണ് ഇന്ന് ലഭ്യമായിട്ടുള്ളതിൽ വെച്ച്. അതാണ് ആര്യഭടന്റെ ഏറ്റവും വലിയ പ്രാധാന്യം. ഈ ആര്യഭടൻ ഇത് പഠിക്കുന്നതിന് വേണ്ടി നമ്മളുടെ ഭാരതപ്പുഴയുടെ തീരത്ത് വന്ന് താമസിച്ചിരുന്നു. കാര്യം ആര്യഭടീയത്തിലെ പല നക്ഷത്ര കണക്കുകളും നമ്മൾ നോക്കുകയാണെങ്കിൽ അത് നമ്മളുടെ നിളാതീരത്ത് നിന്ന് നക്ഷത്രങ്ങളെ നോക്കുമ്പോൾ കിട്ടുന്ന അളവുകളുമായി യോജിക്കുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു സങ്കല്പമുണ്ട്. അതുകൊണ്ട് തന്നെ ആര്യഭടൻ എന്ന് പറയുന്നത് കേരളത്തിൽ ജനിച്ചു വളർന്ന ഒരു ജ്യോതിശാസ്ത്രജ്ഞൻ എന്ന രീതിയിൽ ആൾക്കാർ ഇന്ന് വിലയിരുത്തുന്നുണ്ട്. കുസുമപുരം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം യഥാർത്ഥത്തിൽ കേരളമാണ് എന്ന് സങ്കല്പിക്കപ്പെടുന്നു. അത് ഭാരതപ്പുഴയുടെ തീരത്ത് എവിടെയോ ആണെന്നാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ആര്യഭടൻ ഒരു മലയാളിയായിരുന്നു, കേരളീയനായിരുന്നു എന്നും പറയാം. പിന്നെ ഈ വാദത്തിനെ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. കാരണം ഈ ഭാരതപ്പുഴയുടെ ഈ തീരങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് പിന്നീടുള്ള കാലത്ത് ധാരാളം അതിപ്രഗത്ഭന്മാരായിട്ടുള്ള ജ്യോതിശാസ്ത്രജ്ഞന്മാരുണ്ടായിട്ടുണ്ട്. ഇപ്പൊ നീലകണ്ഠ സോമയാജിയും അതേപോലെ തന്നെ വടശ്ശേരി പരമേശ്വരൻ തുടങ്ങി ധാരാളം ആൾക്കാർ കേരളത്തിന്റെ നമ്മുടെ ജ്യോതിശാസ്ത്ര പട്ടികയിൽ വന്നിട്ടുണ്ട്. ഈ പറയുന്ന നമ്മളുടെ ഈ പൂർവികരായിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെ അന്ന് നൊബേൽ സമ്മാനം ഉണ്ടെങ്കിൽ ആ നൊബേൽ സമ്മാനം നേടാൻ പറ്റുന്ന തരത്തിൽ ബൗദ്ധികമായി മേന്മയുണ്ടായിരുന്നവര് ആയിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മളുടെ ശാസ്ത്രങ്ങളൊക്കെ തെറ്റാണ് എന്ന് ബോധിപ്പിക്കുന്ന അല്ലെങ്കിൽ ആ രീതിയിൽ പ്രചരിപ്പിക്കുന്ന ഒരു വലിയ ഏജൻസി അന്താരാഷ്ട്ര തലത്തിലുണ്ട്.
അവര് ഒരിക്കലും ഈ പറയുന്ന കാര്യങ്ങളെ അംഗീകരിക്കുന്നില്ല. അത് ഇന്ത്യയുടെ കുത്തകയാക്കാൻ അവർക്ക് താല്പര്യമില്ല. യഥാർത്ഥത്തിൽ ഇത് ഈ സൂര്യസിദ്ധാന്തവും ഈ ആര്യഭടീയത്തിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് നമ്മുടെ പാശ്ചാത്യ ജ്യോതിഷം വളർന്നതും വികസിച്ചതും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പം ഇവിടെ ഞാൻ പറഞ്ഞു വന്നത്, ഈ സ്പിക്ക എന്ന് പറയുന്ന ഈ നക്ഷത്രം, ഈ സെലസ്റ്റിയൽ ഇക്വേറ്റർ, ഇപ്പം നമ്മുടെ രാജീവ് ചോദിച്ചത് ആ ഒരു ചോദ്യത്തിന്റെ മറുപടിയായിട്ട് ഞാൻ പറഞ്ഞു, നമ്മുടെ ഭൂമധ്യരേഖയ്ക്ക് മുകളിൽ കൂടിയാണ് ആകാശത്ത് ഖഗോളത്തിൽ ഈ സെലസ്റ്റിയൽ ഇക്വേറ്റർ കടന്നു പോകുന്നത്. ഈ സെലസ്റ്റിയൽ ഇക്വേറ്ററിലെ തൊട്ടടുത്തുള്ള ഒരു നക്ഷത്രമാണ് സ്പിക്ക. അപ്പൊ ഈ കാര്യം നമുക്ക് വളരെ വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട്. ധ്രുവ നക്ഷത്രത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം, ഈ പറയുന്ന ഈ ലൈൻ ഉണ്ടല്ലോ, ഈ ലൈനും ഈ പറയുന്ന ധ്രുവ നക്ഷത്രവും തമ്മിൽ 90 ഡിഗ്രി വടക്കോട്ട്, ഉത്തര ധ്രുവം എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി വടക്കോട്ട്, സെലസ്റ്റിയൽ ഇക്വേറ്ററിൽ നിന്നും 90 ഡിഗ്രി മട്ടകോൺ പിടിച്ചു കഴിഞ്ഞാൽ അത് ധ്രുവ നക്ഷത്രത്തിൽ എത്തിച്ചേരും. ഇനി നമുക്ക് അടുത്ത ചിത്രത്തിലേക്ക് കടക്കാം. ഇത് ഭൂമിയുടെ ഒരു ചിത്രമാണ്. അപ്പൊ ഈ ഭൂമിയുടെ ചിത്രം, ഈ ഭൂമി കറങ്ങുന്ന ഒരു 24 ഡിഗ്രി സൂര്യനെ ചുറ്റുന്നതിൽ നിന്നും, സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണെന്നറിയാം, ആ തലത്തിൽ നിന്ന് ഒരു 24 ഡിഗ്രി ചരിഞ്ഞാണ് ഭൂമി അതിന്റെ സ്വന്തം അക്ഷത്തിൽ കറങ്ങുന്നത്. അപ്പൊ അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ അതൊന്ന് നോക്കുക. ഭൂമി കറങ്ങുന്നു. അതിന്റെ ഒരു ഭാഗത്ത് ഇരുട്ട്, മറുഭാഗത്ത് വെളിച്ചമുള്ള പകല്, ഈ മറ്റേത് ഇരുട്ടുള്ള ഭാഗം രാത്രി. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഓർബിറ്റൽ അതാണ് ഇപ്പൊ കുറച്ചുകൂടെ മനസ്സിലാവും. ഇവിടെ നോക്കാം, സൂര്യൻ ഇവിടെ നിൽക്കുന്നു, ഭൂമി ഇവിടെ കറങ്ങുന്നത് എങ്ങനെയാണെന്ന് നോക്കിയത്, സൂര്യനിൽ നിന്നും അകന്ന ഒരു അക്ഷത്തിലാണ് കറങ്ങുന്നത്. നേരെ വെർട്ടിക്കലായിട്ടുള്ള ഒരു അക്ഷമല്ല. എന്നിട്ട് ഇനി നോക്കിയേ, സൂര്യന് ചുറ്റും ഭൂമി കറങ്ങുന്ന അതിന്റെ ഒരു 4 പൊസിഷനുകളാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. ഒന്നുകൂടെ ശ്രദ്ധിക്കുക. അപ്പം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇവിടെ സൂര്യൻ, ഈ സൂര്യനിൽ നിന്ന് യഥാർത്ഥത്തിൽ നമ്മുടെ പലരുടെയും ധാരണ ഇങ്ങനെ ഒരു അക്ഷത്തിലാണ് കറങ്ങുന്നതെന്നാണ് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. ഇത് ഒരു 24 ഡിഗ്രി ചരിഞ്ഞാണ് ഇത് കറങ്ങുന്നത്. അപ്പോൾ ഈ ചരിഞ്ഞ് കറങ്ങുമ്പോൾ നമുക്കറിയാം, എന്നാൽ ഇവിടെ നോക്കിക്കേ, ഇവിടെ ഈ ഭാഗം സൂര്യനോട് അടുത്ത് നിൽക്കുന്നു, ഈ ഭാഗം സൂര്യനോട് അകന്ന് നിൽക്കുന്നു. അപ്പോൾ അടുത്ത് നിൽക്കുന്ന ഈ ഭാഗത്ത് ഈ പറയുന്ന കാലഘട്ടത്തിൽ ചൂട് കൂടുതലായിരിക്കും, ഇപ്പുറത്തെ ഭാഗത്ത് ചൂട് കുറവുമായിരിക്കും. അപ്പം നമ്മൾ ഋതുക്കൾ ഉണ്ടാകുന്നതിന്റെ ഒരു പ്രധാന കാരണം ഈ അക്ഷത്തിന്റെ ചരിവാണ്. ഇങ്ങനെ ചരിഞ്ഞ് നിൽക്കുന്നതാണ് അക്ഷത്തിന്റെ ഈ ചരിവാണ്. 24 ഡിഗ്രി ചരിഞ്ഞാണ് നിൽക്കുന്നത്. ഈ ചരിവാണ് നമ്മളുടെ ഭൂമിയിൽ ഋതുക്കൾ ഉണ്ടാകാനായിട്ടുള്ള കാരണം. നമുക്കറിയാം 6 ഋതുക്കളാണുള്ളത്. 2 മാസങ്ങൾ വീതം ചേരുന്നതാണ് ഋതുക്കൾ. അപ്പം ഹേമന്തം, വർഷം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? വസന്തം. ഈ വസന്തം എന്ന് പറയുന്ന ഋതു യഥാർത്ഥത്തില് നമ്മളുടെ വേദസൂര്യ മാസങ്ങളിലെ മധുവും മാധവും 2 മാസങ്ങളാണ്, മധു മാധവം. ഈ മധു മാസവും മാധവ മാസവും കൂടി ചേരുന്നതാണ് നമ്മളുടെ വസന്ത ഋതു എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിപുരാതനമായിട്ടുള്ള കൃതികളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമുക്ക് മധുമാസവും മാധവ മാസവും ഒക്കെ അവിടെ നമുക്ക് കാണാൻ സാധിക്കും. പലരും പറയും ഈ പറയുന്ന മാസങ്ങൾ ഇത് എന്താണെന്ന് അറിയാൻ വയ്യാത്ത ധാരാളം ആൾക്കാർ ഇന്നിവിടെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ അതായത് ഒരു വേദ സൂര്യ കലണ്ടർ എന്നും പറഞ്ഞൊരു കലണ്ടർ ഭാരതത്തിൽ ഉണ്ടായിരുന്നു. ആ കലണ്ടറിലെ മാസങ്ങളാണ് ഈ പറയുന്ന മധുവും മാധവം, അതുപോലെ തന്നെ ഊർജം, അതുപോലെ തന്നെ നഭസ്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കുറെ മാസങ്ങളുണ്ട്. അതെല്ലാം വേദ സൂര്യ മാസങ്ങളാണ്. ഇനി ഇതിന്റെ റൊട്ടേഷനെ കുറിച്ച് നമ്മൾ നോക്കാം. ആ പശ്ചാത്തലത്തിൽ കാണുന്ന കുത്തുകളെല്ലാം നക്ഷത്രങ്ങളാണ്. ഇവിടെ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നോക്കി, ഇവിടെ ഈ ഭൂമി ഇങ്ങനെ സൂര്യനെ ഇങ്ങനെ ചുറ്റുകയാണ്. ഇങ്ങനെ ചുറ്റുന്ന സമയത്ത് 4 പ്രധാനപ്പെട്ട പോയിന്റുകളുണ്ട്. ഇപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതെന്ന് പറയുന്നത് ദക്ഷിണായനമാണ്.
എന്നുവെച്ചാൽ ഏറ്റവും തെക്കേ അറ്റത്തുള്ള സമയമാണ് സൂര്യൻ ഏറ്റവും തെക്കേ അറ്റത്തുള്ള സമയത്താണ് നമ്മൾക്കിവിടെ തണുപ്പ് കാലം എന്ന് പറയുന്നത്. അതുപോലെ സൂര്യൻ ഏറ്റവും വടക്ക് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഇങ്ങേ അറ്റത്ത് വരുന്ന സമയത്താണ് നമ്മളെ സംബന്ധിച്ചുള്ള ഏറ്റവും ചൂട് കൂടിയ സമ്മർ എന്ന് പറയുന്നത്. ഈ ഭാഗം എന്ന് പറഞ്ഞാൽ നേരെ മധ്യഭാഗമാണ്. ഇത് മേടവിഷുവെന്നും ഇതിന് തുലാവിഷുവെന്നുമാണ് പറയുന്നത്. അതായത് വിഷു, നമ്മൾ മേടമാസത്തിൽ വിഷു ആഘോഷിക്കുമല്ലോ. അപ്പോൾ അത് സൂര്യൻ അതിന്റെ ഉത്തരായനത്തിൽ ഭൂമധ്യരേഖയെ കടക്കുന്ന സമയം, അതായത് സെലസ്റ്റിയൽ ഇക്വേറ്ററിനെ വടക്കോട്ട് മുറിച്ച് കടക്കുന്ന ആ ദിവസത്തെയാണ് നമ്മൾ വിഷു എന്ന് പറയുന്നത്. അതായത് അന്ന് ഭൂമിയിൽ പകലും രാത്രിയും തുല്യമായിരിക്കും. അതാണ് നമ്മളുടെ സങ്കല്പം എന്ന് പറയുന്നത്. പക്ഷെ വിഷു ഒരു ചെറിയ മാറിയാണ് നമ്മൾ ആഘോഷിക്കുന്നത്. അത് വേറൊരു കോംപ്ലിക്കേറ്റഡ് സബ്ജക്റ്റ് ആണ്. അത് നമുക്ക് കുറച്ചു കാലം കഴിഞ്ഞിട്ട് നമുക്ക് അതിനെക്കുറിച്ച് പറയാം. തൽക്കാലം നമ്മൾക്ക് ഈ പറയുന്ന മാർച്ച് 21 ഈ ഭൂമി, അതായത് സൂര്യൻ, യഥാർത്ഥത്തിൽ ഭൂമിയാണ് കടക്കുന്നത്, പക്ഷെ നമ്മൾ അത് അറിയുന്നില്ല. സൂര്യൻ കടക്കുന്നതായിട്ടാണ് നമ്മൾ സങ്കല്പിക്കുന്നത്. അങ്ങനെ സൂര്യൻ ഈ സെലസ്റ്റിയൽ ഇക്വേറ്ററിനെ കടക്കുന്ന ദിവസം, വടക്കോട്ട് മുറിച്ച് കിടക്കുന്ന ദിവസം മേടവിഷുവും, തെക്കോട്ട് വടക്കേ അറ്റം പോയിട്ട് തിരിച്ചു വരുമ്പോൾ അത് തെക്കോട്ട് കിടക്കുന്ന ദിവസം നമ്മൾ തുലാവിഷുവെന്നുമാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അങ്ങനെ രണ്ട് വിഷുവങ്ങളും അതായത് സോൾസ്റ്റേസ് എന്ന് പറയും ഇംഗ്ലീഷിൽ. അയനാന്തങ്ങൾ എന്നാണ് അതിന്റെ മലയാളം അർത്ഥം. അപ്പൊ ഇത് ദക്ഷിണ അയനാന്തവും ഇത് ഉത്തര അയനാന്തവുമാണ്. ഇനി വീണ്ടും ഇതിന്റെ മൂവ്മെന്റ് ചെറുതായിട്ടൊന്നുകൂടെ നോക്കുക. കറങ്ങി, അത് ഭൂമി കറങ്ങി പോയി കണ്ടില്ലേ? ആ അക്ഷം ചരിഞ്ഞിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അവിടെ വന്നു, ജൂലൈ ആയപ്പോൾ അവിടെ വന്നു. ഇനിയും ഭൂമധ്യരേഖ, അതാണ്ട് ഈ കാണുന്നതാണ് ഭൂമധ്യരേഖ. ഇന്ത്യയിൽ നിന്ന് 8 ഡിഗ്രി തെക്കായിട്ടാണ്, ഇന്ത്യയുടെ തെക്കേ അറ്റത്തു നിന്നും ഏതാണ്ട് 8-10 ഡിഗ്രി 8 ഡിഗ്രി തെക്കൂടാണ് ഈ ഭൂമധ്യരേഖ കടന്നു പോകുന്നത്. ആഫ്രിക്കയിൽ കൂടി തെക്കേ അമേരിക്കയുടെ ഈ ഭാഗത്തു കൂടിയാണ് ഇങ്ങനെ ഭൂമധ്യരേഖ കടന്നു പോകുന്നത്. ഇതിന് മുകളിൽ കൂടി തന്നെയാണ് നമ്മളുടെ ഈ പറയുന്ന സെലസ്റ്റിയൽ ഇക്വേറ്ററും കടന്നു പോകുന്നത്. അതായത് ഖഗോള മധ്യരേഖയും ഇതിന് മുകളിൽ കൂടിയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ടാണ് തെക്ക് നിന്നും വടക്കോട്ടും വടക്ക് നിന്നും തെക്കോട്ടും ഈ സെലസ്റ്റിയൽ ഇക്വേറ്ററിനെ സൂര്യൻ 2 പ്രാവശ്യം കട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ തെക്ക് പോയി വരുന്നതും വടക്ക് പോയി വരുന്നതും ഇതിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ തീരുമാനിക്കുന്നത്. ഈ ഇക്വേറ്ററിന് ഇപ്പുറത്ത് ഒരു ഉത്തരായന രേഖയും ഇപ്പുറത്ത് ഇവിടെ 23.5 ഡിഗ്രിയിൽ ഒരു ദക്ഷിണായന രേഖയും കടന്നു പോകുന്നുണ്ട്. അപ്പോൾ സൂര്യൻ ഇവിടെ നിന്നും വടക്കോട്ട് ഉത്തരായന രേഖ എന്ന് പറയുന്നത് ഈ ഭാഗം വരെ വരും. നമ്മളുടെ ഉജ്ജയിനിക്ക് മുകളിൽ കൂടിയാണ് ഈ ഉത്തരായന രേഖ കടന്നു പോകുന്നത്. 23.5 ഡിഗ്രി ഉത്തരായന രേഖ. അതായത് നമ്മൾ സൂര്യനെ നമ്മൾ നിരീക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉജ്ജയിനി വരെ തലയ്ക്ക് മുകളിൽ അത് എത്തും. പിന്നീട് അത് തെക്കോട്ട് സഞ്ചരിച്ചിട്ട് ഈ ഭാഗം, ഈ ആസ്ട്രേലിയയുടെ ഈ ഭാഗത്തൂടെ കടന്നു പോകുന്ന തരത്തിൽ ഇവിടെ ദക്ഷിണായന രേഖയുടെ മുകളിൽ വരെ എത്തും. അപ്പോൾ ദക്ഷിണായന രേഖയുടെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ പറയും ദക്ഷിണ അയനാന്തമായി എന്ന് പറയും. ഉത്തരായന രേഖയുടെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ പറയും ഉത്തര അയനാന്തമായി എന്ന് പറയും. ഈ പറയുന്ന രേഖയെ വടക്കോട്ട് ക്രോസ് ചെയ്യുന്ന സമയത്ത് മകരവിഷുവം, അല്ലെങ്കിൽ മേടവിഷുവം, തെക്കോട്ട് ക്രോസ് ചെയ്യുന്ന സമയത്ത് തുലാവിഷുവം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതിനെക്കുറിച്ച് വല്ല സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടെ ഒന്ന് കാണിക്കാം. ആ ചിത്രം ഒന്നുകൂടെ നിങ്ങളൊന്ന് കാണുക. ഇവിടെ നമുക്ക് കൃത്യമായിട്ട് ആ അച്ചുതണ്ട് ചരിഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഋതുക്കൾ ഉണ്ടാകുന്നതിന്റെ പ്രധാന കാരണം ഈ അച്ചുതണ്ടിന്റെ ചരിവാണ്. ഇനിയും ഭൂമധ്യരേഖ കടന്നു പോകുന്ന, ഭൂമിയുടെ മുകളിൽ ഭൂമധ്യരേഖ കടന്നു പോകുന്ന സ്ഥലവും കൂടി കാണിച്ചിരിക്കുന്നു. ഇതിന്റെ മുകളിൽ നമ്മൾ ആകാശത്തുകൂടി സങ്കല്പിക്കുന്ന രേഖയ്ക്ക് സെലസ്റ്റിയൽ ഇക്വേറ്റർ എന്ന് പറയും. അത് ഖഗോള മധ്യരേഖയെന്നും നമ്മൾ പറയുന്നു. ഇനി നമ്മൾ
കഴിഞ്ഞ ദിവസം പറഞ്ഞ ചില കാര്യങ്ങളെക്കുറിച്ച്, അല്ലെ കുറച്ച് മുമ്പ് പറഞ്ഞ മറ്റു ചില കാര്യങ്ങളെക്കുറിച്ചുകൂടെ നമുക്കൊന്ന് പറയാം. ഇത് നമ്മുടെ ആകാശത്ത് സൂര്യനും ചന്ദ്രനും ഒക്കെ നക്ഷത്രങ്ങളെ അടിസ്ഥാനമാക്കി നോക്കുമ്പോൾ ഓരോ ഭ്രമണപഥം ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ സൂര്യന് ഒരു ഭ്രമണപഥമുണ്ട്, അത് വൃത്തമാണ്. ചന്ദ്രന് ഒരു ഭ്രമണപഥമുണ്ട്, അത് വൃത്തമാണ്. വൃത്തം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ സൗകര്യത്തിന് പറയുകയാണ്, അത് ദീർഘവൃത്തമാണ്. അത് നമുക്ക് പിന്നീട് നമുക്ക് അതിനെക്കുറിച്ച് പറയാം. കാര്യം അത് പറയേണ്ട സന്ദർഭങ്ങൾ വരും, ആ സമയത്ത് നമുക്ക് പറയാം. അപ്പോൾ ഇപ്പം നമ്മൾ വൃത്തം എന്ന് സങ്കല്പിക്കാം. അപ്പോൾ ഈ കാണുന്നത് ആകാശമാണ്. ഈ ആകാശത്തിലെ പല നക്ഷത്രങ്ങൾ ഇങ്ങനെ നമ്മൾ ഈ വെളുത്ത സ്പോട്ടുകൾ കാണുന്ന എല്ലാം നക്ഷത്രങ്ങളാണ്. പിന്നെ നക്ഷത്രങ്ങൾ ചേർന്നുള്ള ചില രൂപങ്ങളൊക്കെ ഇതിനകത്ത് സങ്കല്പിക്കപ്പെട്ടതായിട്ടും ഇതിനകത്ത് നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ദാണ്ട സൂര്യനെ കാണാം. ദാണ്ട് ഇവിടെ ഈ കഴ്സർ ഇരിക്കുന്ന നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ? കഴ്സർ കാണാമല്ലോ. അപ്പൊ ഇതാണ് സൂര്യൻ. അപ്പൊ ഈ സൂര്യൻ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ സൂര്യൻ ദാണ്ട് ഇങ്ങനെ ഒരു ലൈൻ പോയേക്കുന്നുണ്ടോ? ഞാൻ ആ ലൈനിൽ കൂടാണ് ഇത് കഴ്സർ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ലൈൻ എന്ന് പറയുന്നത് നമ്മൾ സ്ഥിരമായിട്ട് നമ്മളെ സൂര്യനെ നിരീക്ഷിച്ച് അതിനൊരു പാത നിർണയിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂടി കൃത്യമായിട്ട് ഇങ്ങനെ ഒരു പാതയിൽ കൂടിയായിരിക്കും അത് എല്ലായ്പ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ പറയുന്ന പാതയ്ക്ക് നമ്മൾ പറയുന്ന പേര് ക്രാന്തിവൃത്തം എന്നാണ്. ഇംഗ്ലീഷിൽ അതിന് എക്ലിപ്റ്റിക് എന്ന് പറയും. അപ്പോൾ എപ്പോഴും സൂര്യന്റെ ഭ്രമണപഥത്തിന് പറയുന്ന പേര് ക്രാന്തിവൃത്തം, അല്ലെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ എക്ലിപ്റ്റിക് എന്ന് പറയും. അപ്പോൾ ഈ ക്രാന്തിവൃത്തത്തിൽ കൂടിയാണ് സൂര്യൻ സ്ഥിരമായിട്ട്, ഭൂമിയിൽ നിന്ന് നമ്മൾ സൂര്യനെ നിരീക്ഷിച്ചാൽ സൂര്യൻ സഞ്ചരിക്കുന്നത് ഈ ക്രാന്തിവൃത്തത്തിൽ കൂടിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന മറ്റ് നക്ഷത്രങ്ങളുമായിട്ടൊന്നും ഈ പാതയ്ക്ക് ഒരിക്കലും വ്യത്യാസം വരുന്നില്ല. നക്ഷത്രങ്ങൾ ഈ പറയുന്ന ഈ സ്പോട്ടായിട്ട് കാണുന്ന നക്ഷത്രങ്ങൾക്കും യാതൊരു വ്യത്യാസവുമില്ല. അതുകൊണ്ട് നക്ഷത്രങ്ങളെല്ലാം സ്ഥിരമായതുകൊണ്ട് ഈ പറയുന്ന വഴി, നമ്മളുടെ ഈ സൂര്യന്റെ ഈ വഴി കൃത്യമായിരിക്കും. എന്നും ഒരു മാറ്റവും ഇന്ന് വരെ നമ്മളുടെ അനുഭവത്തിൽ ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ 2000 വർഷത്തെ സൂര്യന്റെ ചലനങ്ങൾ നിരീക്ഷിച്ച് നമ്മൾ പട്ടിക തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ആ പട്ടികയുടെ അടിസ്ഥാനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്നേ വരെ ഒരു സെക്കൻഡിന്റെ വ്യത്യാസം പോലും ഈ സൂര്യന്റെ പാതയ്ക്ക് ഉണ്ടായതായിട്ട് നമ്മളുടെ അനുഭവത്തിൽ വന്നിട്ടില്ല. അപ്പോൾ ഈ പാതയ്ക്ക് നമ്മൾ പറഞ്ഞു ക്രാന്തിവൃത്തം എന്ന് നമ്മൾ പറഞ്ഞു. ഈ ക്രാന്തിവൃത്തത്തിനെയാണ് യഥാർത്ഥത്തിൽ 30 ഡിഗ്രി 30 ഡിഗ്രി 30 ഡിഗ്രി നമ്മൾ തിരിച്ച് 12 രാശികൾ ആക്കിയിരിക്കുന്നത്. ഇനിയും അത് കുറച്ചുകൂടെ ഒന്ന് വ്യക്തമാക്കാം. ഇനി ഇത് ഒരു ദിവസത്തെ ഏതോ ഒരു പർട്ടിക്കുലർ ഡേയില് സൂര്യനോ ആകാശത്തില് നക്ഷത്രങ്ങളും അതേപോലെ തന്നെ നമ്മളുടെ ഗ്രഹങ്ങളും ഒക്കെ നിന്നതിന്റെ പൊസിഷന്റെ ഒരു ഏകദേശ ചിത്രമാണ് ഒരു പർട്ടിക്കുലർ ഡേയിൽ. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സൂര്യന്റെ പാതയിൽ തൊട്ട് താഴെയായിട്ട് ശനിയെ കാണാം. ശനി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്, കണ്ടല്ലോ. അത് ശനി അവിടെ നിൽക്കുകയാണ്. അപ്പൊ ഇത് മകരം രാശിയാണ്, അതുകൊണ്ടാണ് ഇവിടെ മകരം എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പം ഇത് മകരമാസമാണ്. ഈ മകരമാസത്തിൽ സൂര്യൻ എത്തിയ ഏതോ ഒരു കാലഘട്ടമാണ്. അത് സൂര്യൻ ഇവിടെ നിൽക്കുന്നു, അതിന്റെ തൊട്ട് പുറകിലായിട്ട് ശനി നിൽക്കുന്നു. പിന്നെ കുറെ കൂടി ഇങ്ങോട്ട് നമ്മൾ വരികയാണെങ്കിൽ ഇവിടെ ബൃഹസ്പതി വ്യാഴം നിൽക്കുന്നു. അപ്പൊ ഇതെല്ലാം തന്നെ ഈ സൂര്യൻ സഞ്ചരിക്കുന്ന പാതയോട് അടുപ്പിച്ച് തന്നെയാണ് ഇവന്മാരെല്ലാം സഞ്ചരിക്കുന്നത്. ഇതാണ്ട് ഇവിടെ പ്ലൂട്ടോ ഉണ്ട്, ഇതാണ്ട് ഇവിടെ ബുധനെ കാണാം, കണ്ടല്ലോ. ബുധൻ ഇതാണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ശുക്രൻ എന്നാണ് ഇവിടെ നിൽക്കുന്നു. അത് കഴിഞ്ഞാണ് ഇങ്ങോട്ട് വരുമ്പോൾ മംഗൾ എന്ന് പറയാൻ ചൊവ്വയാണ്. ഇവിടെ ചൊവ്വ ഏതാണ്ട് ഇവിടെ നിൽക്കുന്നു. ഇങ്ങോട്ട് വരുമ്പോൾ ഏതാണ്ട് ഇവിടെ ചന്ദ്രൻ നിൽക്കുന്നു. അപ്പോൾ ഈ എക്ലിപ്റ്റിക്കിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ട്, അതായത് സൂര്യന്റെ ആ ഭ്രമണപഥം നമ്മൾ സങ്കല്പിക്കുന്ന സൂര്യന്റെ ഒരു ഭ്രമണപഥം ഉണ്ടെന്നാണ് നമ്മൾ സങ്കല്പിക്കുന്നത്. ആക്ച്വലി അത് ഭൂമിയുടെ ഭ്രമണപഥമാണ്. നമ്മൾ സൂര്യനിൽ അത് ആരോപിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ സഞ്ചരിക്കുന്നത് നമുക്ക് അറിയാൻ പറ്റാത്തത് കൊണ്ട് സൂര്യന്റെ ചലനം നമ്മൾ ഭൂമിയിൽ ആരോപിച്ചിട്ട്, അല്ല, ഭൂമിയുടെ ചലനം സൂര്യനിൽ ആരോപിച്ചിട്ട് സൂര്യൻ സഞ്ചരിക്കുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. യഥാർത്ഥ സൂര്യൻ സഞ്ചരിക്കുന്നില്ല. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ഗ്രഹങ്ങളെ ഒന്ന് നമ്മൾ നോക്കിക്കേ. ഇതാണ് ഈ സൂര്യന്റെ പാതയിൽ നിന്നും പ്ലൂട്ടോ ഇത്രയും മാറിയാ നിൽക്കുന്നത്. ബുധൻ ഇത്രയും മാറിയാ നിൽക്കുന്നത്. ശനി ഏതാണ്ട് ആൾമോസ്റ്റ് അതിനടുത്താണ് നിൽക്കുന്നത്, ആ പാതയ്ക്ക് അടുത്താണ് നിൽക്കുന്നത്. വ്യാഴവും ആൾമോസ്റ്റ് ആ പാതയ്ക്ക് അടുത്താണ് നിൽക്കുന്നത്.
പക്ഷെ അതുകൊണ്ട് ഇവിടെ വന്ന് നോക്കിക്കേ, നമ്മുടെ ശുക്രൻ ഇദ്ദേഹം ഇച്ചിരി അനുസരണക്കേടുള്ള ആളാണ്. കുറച്ച് ഏതാണ്ട് 8 ഡിഗ്രി അങ്ങോട്ട് മാറിയാണ് നിൽക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ മംഗൾ, ചൊവ്വയും ഈ എക്ലിപ്റ്റിക്കിന് വളരെ അടുത്തുകൂടെ തന്നെയാണ് പോകുന്നത്. അയാളും വലിയ അനുസരണക്കുറവുള്ള ആളല്ല. പിന്നെ ഇവിടെ വന്നപ്പോൾ ചന്ദ്രനും ഇച്ചിരി ഇങ്ങോട്ട് മാറിയിരിക്കുകയാണ്. ഈ ചന്ദ്രൻ ഒരു പ്രത്യേകതയുണ്ട്. ചന്ദ്രൻ ഈ എക്ലിപ്റ്റിക്കിൽ നിന്നും 5 ഡിഗ്രി തെക്കോട്ടും 5 ഡിഗ്രി വടക്കോട്ടും ഇത് കറങ്ങുന്ന സമയത്ത് മാറും. 5 ഡിഗ്രി തെക്കോട്ടും 5 ഡിഗ്രി വടക്കോട്ടും മാറിയ ഒരു വൃത്തമാണ് ഈ ചന്ദ്രൻ സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ക്രാന്തി വൃത്തവുമായിട്ട് എപ്പോഴും ചന്ദ്രൻ ക്രാന്തി വൃത്തത്തിന്റെ തെക്കും വടക്കുമായിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. 27 ദിവസത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 15 ദിവസം വടക്കും 15 ദിവസം തെക്കുമായിട്ടായിരിക്കും ഇദ്ദേഹത്തിന്റെ സഞ്ചാരം എന്ന് പറയുന്നത്. എന്നാൽ ശുക്രന്റെ കാര്യത്തിൽ ശുക്രൻ കുറച്ചുകൂടെ ദൂരോട്ട് മാറി ഉദിക്കുന്നതായിട്ട് കാണാം. ഇപ്പൊ ഇന്ന് നാളെ വെളുപ്പിന് നമ്മൾ കിഴക്കേ ചക്രവാളത്തിലേക്ക് നോക്കിയാൽ സൂര്യൻ ഉദിച്ചു വരുന്ന പോയിന്റിൽ നിന്നും കുറെ കൂടെ തെക്കായിട്ടാണ് ഈ ഈ പറയുന്ന ശുക്രൻ ഉദിക്ക് പൊങ്ങുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ശുക്രനും ഭ്രമണപഥത്തിൽ ഈ പറയുന്ന സൂര്യന്റെ ക്രാന്തി വൃത്തത്തെ ഇങ്ങനെ 2 പോയിന്റുകളിൽ കട്ട് ചെയ്യും. തെക്കും വടക്കുമായിട്ട് ഇങ്ങനെ ഇവൻ മാറിക്കൊണ്ടിരിക്കും. ശുക്രൻ അങ്ങ് വടക്കോട്ട് പോയി കൈലാസത്തിന്റെ അടുത്ത് വരെ ശുക്രൻ ചെല്ലും. നമ്മുടെ ഭൂമിയിൽ നിന്ന് നിരീക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ തെക്കോട്ട് പോയി ആസ്ട്രേലിയയുടെ പകുതി വരെ തെക്കോട്ടും അത് പോകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. എന്നാൽ ഇതിനകത്ത് ഇത് നിൽക്കും. അതായത് ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൂര്യന്റെ ക്രാന്തി വൃത്തത്തിൽ നിന്നും 10 ഡിഗ്രിക്ക് ഉള്ളിൽ ഈ നമ്മൾ പറയുന്ന എല്ലാ ഈ ചലിക്കുന്ന സാധനങ്ങളെല്ലാം ഈ 10 ഡിഗ്രിക്ക് ഉള്ളിലുണ്ട്. അതായത് വ്യാഴമുണ്ട്, ശനിയുണ്ട്, ബുധനുണ്ട്, പ്ലൂട്ടോ ഉണ്ട്, അതേപോലെ തന്നെ ശുക്രനുണ്ട്, ചൊവ്വയുണ്ട്, ചന്ദ്രനുണ്ട്. ഇവയെല്ലാം ഇങ്ങനെ കിഴക്കോട്ട് ഇങ്ങനെ സഞ്ചരിക്കുന്നതായിട്ട് നമുക്ക് ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതെല്ലാം ഈ പറയുന്ന 10 ഡിഗ്രിക്കുള്ളിൽ ഇതെല്ലാം നിൽക്കുന്നത് കൊണ്ട് അപ്പുറവും ഇപ്പുറവുമായിട്ട് ഇത് മാറുകയും ചെയ്യും. അതുകൊണ്ട് ക്രാന്തി വൃത്തത്തിന്റെ 10 ഡിഗ്രിക്കുള്ളിൽ ഇവന്മാരെല്ലാം തന്നെ തെക്കും വടക്കുമായിട്ട് ഇങ്ങനെ മാറി മാറി സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. ഒരു ഭ്രമണം പൂർത്തിയാക്കുമ്പോൾ അതിന്റെ പകുതി ഭാഗം ഇത് ക്രാന്തി വൃത്തത്തിന്റെ തെക്ക് ഭാഗത്തായിരിക്കും, പകുതി ഭാഗം വടക്ക് ഭാഗത്തായിരിക്കും. അപ്പോൾ എന്നാൽ വ്യാഴവും ശനിയും ആൾമോസ്റ്റ് ക്രാന്തി വൃത്തത്തിൽ കൂടി തന്നെ പോകുന്നതായതുകൊണ്ട് ഈ വലിയ മാറ്റം അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ അതിനുണ്ടാകുന്നില്ല. ചന്ദ്രനാണെങ്കിൽ 5 ഡിഗ്രി അങ്ങോട്ടും ഇങ്ങോട്ടും മാറും, ശുക്രനാണെങ്കിൽ 8 ഡിഗ്രിയോളം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതായിട്ടും കാണാം. അതുകൊണ്ട് ഇവന്മാരെല്ലാം കൂടി നിൽക്കുന്ന ഒരു സ്ഥലം സങ്കല്പിക്കണമെങ്കിൽ ഈ ക്രാന്തി വൃത്തത്തിന്റെ അപ്പുറത്തൊരു 10 ഡിഗ്രിയും ക്രാന്തി വൃത്തത്തിന്റെ ഇപ്പുറത്തൊരു 10 ഡിഗ്രിയും കൂടി എടുത്തിട്ട് ആകാശത്തിലെ അത്രയും ഒരു ബെൽറ്റ് പോലെ, ആ ബെൽറ്റിന് നടുക്ക് ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ അത് ക്രാന്തി വൃത്തം. അപ്പുറവും ഇപ്പുറവും ഒരു ബെൽറ്റ് പോലെ ഒരു എടുത്തൊന്ന് ചുറ്റി വെച്ച് കഴിഞ്ഞാൽ, ഒരു ബെൽറ്റ് ചുറ്റുന്ന പോലെ ചുറ്റി വെച്ച് കഴിഞ്ഞാൽ അതിനെ നമ്മൾ പറയുന്ന പേര്, അതിനാണ് യഥാർത്ഥത്തിൽ നമ്മൾ രാശിചക്രം എന്ന് പറയുന്നത്. അപ്പം രാശിചക്രം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി എ ബെൽറ്റ്. അതായത് ഒരു ബെൽറ്റ് ഇങ്ങനെ വട്ടത്തിൽ ചുറ്റി വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണോ അതാണ് ഈ പറയുന്ന രാശിചക്രം. ഈ രാശിചക്രത്തിന് 30 ഡിഗ്രി ആയിട്ടുള്ള 12 രാശികളായിട്ടും തിരിച്ചിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മൾ മനസ്സിലായി ഈ ക്രാന്തി വൃത്തം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഈ ക്രാന്തി വൃത്തത്തിന് അടുത്തൂടെ തന്നെയാണ് എല്ലാ ഗ്രഹങ്ങളും, നമ്മളുടെ വിസിബിൾ ആയിട്ട് ചലിക്കുന്നു എന്ന് തോന്നുന്ന വിസിബിൾ ആയിട്ടുള്ള എല്ലാ ഗ്രഹങ്ങളും ചന്ദ്രനും സഞ്ചരിക്കുന്നത് ഈ പറയുന്ന ക്രാന്തി വൃത്തത്തിന് അടുത്തൂടെ തന്നെയാണ്. ക്രാന്തി വൃത്തത്തിന്റെ 10 ഡിഗ്രി തെക്കും 10 ഡിഗ്രി വടക്കുമുള്ള ആകാശത്തിന്റെ ആ ഭാഗം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ അതിങ്ങനെ ചുറ്റി വന്ന് ഒരു ബെൽറ്റ് വട്ടം ചുറ്റി വെച്ചിരിക്കുന്നത് പോലെ നമ്മൾക്ക് തോന്നും. അപ്പൊ അതുകൊണ്ട് അതിനെ നമ്മൾ രാശിചക്രം എന്ന് വിളിക്കുന്നു. ഇനി ആ രാശിചക്രത്തെ നമ്മൾ അതിന്റെ ചിത്രം ഒന്ന് കാണാം. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് രാശിചക്രം ഇപ്പൊ നമുക്ക് മനസ്സിലായി. ഈ പറയുന്ന രാശിചക്രം നടുക്കൂടെ ഇങ്ങനെയാണ് ക്രാന്തി വൃത്തം കടന്നു പോകുന്നത്. സൂര്യന്റെ പാത ഇങ്ങനെയാണ്. ഇത് കണ്ടില്ലേ, ഭൂമിയിൽ നിന്ന് ഭൂമി കറങ്ങുന്നത് കൊണ്ടാണ് സൂര്യൻ സഞ്ചരിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്. ഭൂമി ഇങ്ങനെ കറങ്ങി വരുന്നതനുസരിച്ച് നമുക്കിങ്ങനെ സൂര്യൻ ഇങ്ങനെ
ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ കൂടി ഇങ്ങനെ മേലോട്ട് സൂര്യൻ പോകുന്നതായിട്ട് തോന്നും. ഇവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഈ പശ്ചാത്തലത്തിൽ സൂര്യൻ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പൊ നമ്മൾ പറയും ചിങ്ങമാസമാണ്. ചിങ്ങത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ സൂര്യനെ നമ്മൾക്ക് കിട്ടിയാൽ നമ്മൾ പറയും സൂര്യൻ ചിങ്ങമാസം അല്ലെങ്കിൽ ചിങ്ങമാസമാണ് എന്ന് പറയും. ഇനി ഭൂമി ഒരു ശകലം കൂടി ഇങ്ങോട്ട് വന്നു. ഇങ്ങോട്ട് വരുമ്പോൾ ഈ സ്ട്രെയിറ്റ് ലൈൻ വന്ന് മുട്ടുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇവിടെ വന്ന് മുട്ടുമ്പോൾ നമ്മൾ പറയും അത് കന്നിമാസമാണ് എന്ന് പറയും. അങ്ങനെ ഇതിനെ ചുറ്റി ഇപ്പം നമ്മുടെ ഭൂമി ഇവിടെ എത്തിയെന്ന് വിചാരിക്കുക. ഇവിടെ എത്തിയെന്ന് വിചാരിക്കുമ്പോൾ സൂര്യനെ നമ്മൾ ഇതിനകത്താണ് കാണുന്നത്. പശ്ചാത്തലത്തിൽ കാണുന്നത്, സൂര്യന്റെ പുറകിൽ കാണുന്നത് ധനുവാണ്. അപ്പോൾ നമ്മൾ പറയും ധനുമാസമായി എന്ന് പറയും. അപ്പോൾ ഈ കാണുന്ന ഒരു ബെൽറ്റ് പോലെയുള്ള ഈ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ ആകാശത്തിലെ ഖഗോളത്തിലെ നിന്നും നമ്മൾ ഇത്രയും ഭാഗം അടർത്തി മാറ്റിയാൽ ഇതിന് നമ്മൾ പറയുന്ന പേരാണ് രാശി ചക്രം. ഇത് 30 ഡിഗ്രി വെച്ചുള്ള 12 ഭാഗങ്ങളാണ്. അത് ഞാൻ കാണിച്ചു തരാം. ഇതിവിടെ നോക്കാമെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് കാണാം. ആ രാശിചക്രത്തെ നമ്മൾ ഇങ്ങനെ 12 ഭാഗങ്ങളായിട്ട് തിരിച്ചിരിക്കുകയാണ്. കൃത്യം 30 ഡിഗ്രി വീതമുള്ള 12 ഭാഗങ്ങളായിട്ട് നമ്മൾ തിരിച്ചിരിക്കുന്നു. അപ്പൊ ഇതിന്റെ ഓരോന്നിനകത്തുമുള്ള നക്ഷത്രങ്ങളുടെ ആ കൂട്ടം നോക്കിയാണ് നമ്മൾ ഇതിന് പേര് നിശ്ചയിച്ചിരിക്കുന്നത്. ഈ പറയുന്ന ഈ ഓരോന്നിനും ഓരോ ഇത് സങ്കല്പിച്ചിട്ട് അതനുസരിച്ച് നമ്മൾ പേരുകൾ നിശ്ചയിച്ചിരിക്കുന്നു ഓരോ മാസത്തിനും. അപ്പോൾ ഇതേപോലെയാണ് ആ രാശിചക്രത്തെ നമ്മൾ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ തൽക്കാലം ഇത്രയും കാര്യം കൊണ്ട് നമുക്കിന്ന് തൽക്കാലം നിർത്താം. ഒരുപാടായി കഴിഞ്ഞാലും നമുക്ക് ഉൾക്കൊള്ളാൻ പ്രയാസമാണ്. അടുത്ത ഒരു ക്ലാസ് കൂടി നമുക്ക്, എനിക്ക് തോന്നുന്നു ഇത് തന്നെ ഒന്നുകൂടെ ഒന്ന് പറയേണ്ടി വരും. വന്നതിന് ശേഷം അടുത്ത ഭാഗങ്ങളിലേക്ക് നമുക്ക് കടക്കാം. അപ്പൊ ഇത് വെച്ചുകൊണ്ട് നമുക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാം. ചോദിക്കാനുള്ളവരെ അൺമ്യൂട്ട് ചെയ്ത് ചോദിച്ചോളൂ കേട്ടോ. അപ്പോൾ ഒന്ന് സംശയമൊന്നും ഇല്ലാന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്ത ദിവസങ്ങളിൽ നമുക്ക് കുറച്ചുകൂടെ വിശദമായിട്ട് വീണ്ടും നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം. കടഞ്ഞേട്ടാ, ഒരു സംശയം ഉണ്ടായിരുന്നു. ചോദിച്ചാൽ ഈ ഖഗോളം മധ്യരേഖ പോകുന്ന പ്ലെയിനും ക്രാന്തി വൃത്തത്തിന്റെ പ്ലെയിനും തമ്മിലുള്ള ഡിഗ്രിയും 23.5 ആവണ്ടേ? ക്രാന്തി വൃത്തത്തിന്റെ ഖഗോള മധ്യരേഖയും ക്രാന്തി വൃത്തവും തമ്മിലുള്ളത് 23.5 ഡിഗ്രി തന്നെയാണ്. 5 ഡിഗ്രി. ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിട്ട്. അതെ. അപ്പൊ ഈ 23.5 ഡിഗ്രിയുടെ ചെരിവുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ 2 നമ്മൾ ഈ 23 ഡിഗ്രി വരെ സൂര്യൻ പോകുന്നു എന്ന് സങ്കല്പിക്കുന്നു. ഇതുകൊണ്ട് തന്നെയാണല്ലോ. അത് തന്നെ. ഈ 23 ഡിഗ്രി ചരിവുള്ളത് കൊണ്ടാണ് തെക്കോട്ടും വടക്കോട്ടും സൂര്യന് 2 അയനങ്ങൾ ഉള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്, തോന്നുന്നത്. അതെ, ആൾക്കാർക്ക് ഒന്ന് മനസ്സിലാവണമെങ്കിൽ സ്വല്പം ഒരു ശക്കലം ഒന്നുകൂടെ എന്താ പറയാ, ഒരു ശക്കലം കൊണ്ട് ആലോചിച്ചാലേ അതിന്റെ അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. വീണ്ടും നമുക്ക് ആ ചിത്രം വെച്ചുകൊണ്ട് ഒന്നുകൂടെ നമുക്ക് പറയാം. അപ്പൊ ഇവർ അതിന്റെ ഇടയിൽ കൂടെ ആകാശമൊക്കെ ഒന്ന് നിരീക്ഷിക്കട്ടെ. ഇപ്പൊ നമുക്ക് രാത്രി ആകാശത്ത് ചന്ദ്രനെ കാണാൻ പറ്റുന്നില്ല. അത് വീണ്ടും ചന്ദ്രൻ ഇനിയിപ്പോ പടിഞ്ഞാറ് ഉദിച്ചു തുടങ്ങും അടുത്ത കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ. നമ്മൾ അപ്പം വ്യാഴത്തിനെ ഇപ്പോഴും നമുക്ക് ആകാശത്ത് മുകളിൽ ഇച്ചിരി പടിഞ്ഞാറായിട്ട് കാണാം. ഒറിയോൺ നക്ഷത്രത്തെ കാണാം. സിറിയസ് നക്ഷത്രത്തെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തിരുവാതിര, അങ്ങനെയുള്ള നക്ഷത്രങ്ങള്, പുണർദം, അങ്ങനെയുള്ള നക്ഷത്രങ്ങളെല്ലാം ഇപ്പൊ നമുക്ക് ആകാശത്ത് വിസിബിൾ ആയിട്ടുള്ള സമയങ്ങളാണ്. അതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഖഗോള മധ്യരേഖ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ചെറിയ ഡിഗ്രി, നമ്മളിപ്പോ ഏകദേശം 10 ഡിഗ്രി, കേരളത്തിന്റെ ഈ സ്ഥിതി പറഞ്ഞാൽ നമ്മൾ ഏകദേശം 10 ഡിഗ്രി നോർത്തിലാണല്ലോ നമ്മൾ ഇരിക്കുന്നത്. അതെ. അപ്പൊ നമ്മുടെ നേരെ ഉച്ചയിൽ നിന്നും 10 ഡിഗ്രി 10 ഡിഗ്രി തെക്കോട്ട് മാറിയാണ് നമ്മളുടെ ഖഗോള മധ്യരേഖ കടന്നു പോകുന്നത്. അതെ. അപ്പോ അത് ഇനിയും നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. വീണ്ടും നമുക്ക് കാര്യങ്ങൾ തുടരാം. ചോദ്യങ്ങൾ, സംശയം ഉണ്ടെന്ന് ഉണ്ടെന്ന് ചോദിക്കാം. പക്ഷെ ഈ നക്ഷത്രങ്ങള് കുറെ കാലം കഴിയുമ്പോൾ കിട്ടുമെന്നാണല്ലോ പറയുന്നത്. എന്തോ
ഈ നക്ഷത്രങ്ങളെ കുറെ കാലം കഴിയുമ്പോ കെട്ടുപോകുന്നാണല്ലോ പറയുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ ഈ അങ്ങനെയാണെങ്കിൽ നക്ഷത്രങ്ങളെ കുറിച്ചുള്ള പഠനങ്ങൾ നമ്മളെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് ഈ നക്ഷത്രങ്ങൾക്ക് വിവിധ സ്റ്റേജുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. അതിന്റെ ഒരു ലാസ്റ്റ് സ്റ്റേജ് വന്നു കഴിയുമ്പോഴത്തേക്കും ഇത് വളർന്നു തുടങ്ങും. വളർന്ന് ഇപ്പൊ നിലവിലുള്ള അതിന്റെ റേഡിയസിന്റെ 1.4 ടൈംസ് അത് മേലോട്ട് കയറി വരും. കയറി വന്നു കഴിയുമ്പോഴത്തേക്കും അതിന് വൈറ്റ് ഡ്വാർഫ് എന്നാണ് പറയുന്നത്. ഭയങ്കര വെളിച്ചമായിരിക്കും അതിന്. അങ്ങനെ ആകാശത്തുള്ള ചില വെളിച്ചമുള്ള നക്ഷത്രങ്ങൾ വൈറ്റ് ഡ്വാർഫുകളാണെന്ന് പറയുന്നു. അതിനുശേഷം ഇവ ചുരുങ്ങി തുടങ്ങും. ചുരുങ്ങി വളരെ ചെറുതാവും. വളരെ ചെറുതാവുമ്പോൾ അതിന്റെ മാസ് വളരെ വളരെ കൂടുതലായിരിക്കും. അതിന് ബ്ലാക്ക് ഹോൾസ് എന്നാണ് പറയുന്നത്. ആ സമയത്ത് അതിലേക്ക് ചെല്ലുന്ന പ്രകാശത്തെ പോലും ബ്ലാക്ക് ഹോൾസ് അബ്സോർവ് ചെയ്യും. അതുകൊണ്ട് ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്ന സാധനത്തെ ഒരിക്കലും നമ്മൾക്ക് കാണാൻ സാധിക്കില്ല. കാര്യം അതിലേക്ക് ചെല്ലുന്ന പ്രകാശത്തെ പോലും അബ്സോർവ് ചെയ്തെടുക്കുന്നത് കൊണ്ട്. അതുകൊണ്ടാണ് ഇതിന് ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്നത്. ഇരുണ്ട ഗർത്ത അല്ലെങ്കിൽ തമോ ഗർത്തങ്ങൾ എന്നാണ് പറയുന്നത്. ഈ തമോ ഗർത്തങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്യോതിശാസ്ത്രത്തിലെ വലിയ സംഭവങ്ങളാണ്. അതിന്റെ 7 അയലത്തുകൂടി എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ ഈ തമോ ഗർത്തം അതിനെ അങ്ങ് പിടിച്ചെടുക്കും. അങ്ങനെ ഭയങ്കരമായ ആകാശത്തെ വില്ലനാണിത്. അപ്പൊ ഇതിനെ മനസ്സിലാക്കിയത് നമ്മൾ നിരന്തരമായിട്ട് ആകാശത്ത് നിന്ന് ധാരാളം റേഡിയേഷൻസ് വരുന്നുണ്ട്, അല്ലെങ്കിൽ റേഡിയോ വേവ്സ് ധാരാളമായിട്ട് അന്തരീക്ഷത്തിൽ കൂടെ എത്തിച്ചേരുന്നുണ്ട്. അങ്ങനെയുള്ള റേഡിയോ വേവ്സുകളൊക്കെ പരിശോധിച്ചിട്ടാണ് ഇങ്ങനെയുള്ള ചില ഈ തമോ ഗർത്തങ്ങളുടെ സ്ഥാനമൊക്കെ നമ്മൾ നിർണയിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെ അതിനെ ഒരിക്കലും കാണാൻ സാധിക്കില്ല. പക്ഷെ അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ളത് ഇതിൽ നിന്ന് വരുന്ന ഈ പറയുന്ന വേവ്സിനെ സ്റ്റഡി ചെയ്ത് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നക്ഷത്രങ്ങൾക്ക് ഒരു അന്ത്യമുണ്ട് എന്നുള്ളത് സത്യമാണ്. നമ്മളുടെ തിരുവാതിര നക്ഷത്രം അധികകാലം എന്നൊക്കെ പറഞ്ഞാലും അതൊക്കെ ആയിരക്കണക്കിന് വർഷങ്ങളാണ്. ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിയുമ്പോൾ അത് ഇല്ലാതാവും എന്നാണ് ഇപ്പൊ പറയുന്നത്. കാര്യം അത് അതിന്റെ ഒരു ലാസ്റ്റ് സ്റ്റേജിലാണെന്നൊക്കെ ചിലർ പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ ഇന്നത്തെ ഇതുവരെയുള്ള അറിവിൽ നമുക്ക് ഒന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മളുടെ ഇതിൽ പെട്ടിട്ടില്ല, സ്റ്റഡിയിൽ പെട്ടിട്ടില്ല. ഞാൻ ചോദിച്ചു വന്നതേ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഖഗോളത്തിന്റെ രൂപത്തിൽ മാറ്റം വരുമോ അങ്ങനെ നക്ഷത്രങ്ങൾ കിട്ടുവാണെങ്കിൽ? അല്ല, നക്ഷത്രങ്ങൾ പോവുകയാണെങ്കിൽ ഒരു ബൾബ് ആകാശത്തിൽ ഒരു ബൾബ് അണഞ്ഞു എന്ന് മാത്രം കൂട്ടിയാൽ മതി. 10,000-കണക്കിന് ബൾബുകൾ ഉള്ളതില് ഈ ഖഗോളത്തിലെ ബൾബുകൾ ഉള്ളതിൽ ഒരു ബൾബ് അണഞ്ഞു പോയി എന്ന് കൂട്ടിയാൽ മതി. വേറെ ഒന്നിനും ഒരു മാറ്റം ഉണ്ടാകുന്നില്ല. ഖഗോളത്തിന് മാറ്റം ഉണ്ടാവില്ല അല്ലെ? ഇല്ല, ഖഗോളം എന്ന് പറയുന്നതിന് ഒരു മാറ്റം ഉണ്ടാവില്ല. പിന്നെ നമ്മള് ഇതിനെക്കുറിച്ചൊക്കെ സങ്കല്പിക്കാൻ നമ്മളൊന്നും ആളല്ല. കാര്യം ഭാരതീയ ജ്യോതിശാസ്ത്രത്തിന്റെ ഇത് വെച്ച് നോക്കിയാൽ തന്നെ നമ്മുടെ കലിവർഷം 5129 അത്രയും കണ്ടാണ്. ഇപ്പോഴത്തെ 40 അത്രയും കണ്ടായിട്ടുണ്ട് ഇപ്പം. അപ്പം അതെന്ന് പറഞ്ഞാൽ തന്നെ എത്രയോ ചെറുതാണ്. ഇനി ഈ കലിയുഗം തന്നെ 4,20,000 വർഷം കിടക്കുകയാണ് ഇത് തീരാൻ. 4,20,000 വർഷത്തിലെ 5,000 വർഷം ഇതുവരെ കഴിഞ്ഞിട്ടുള്ളൂ. 4,15,000 ഇനിയും കിടക്കുകയാണ് ഈ കലിയുഗം തീരാൻ. ഇങ്ങനത്തെ ഈ കലിയുഗം തീർന്നു കഴിഞ്ഞാൽ വീണ്ടും ഇത് ആവർത്തിക്കപ്പെടുകയാണ്. കൃതയുഗം, ദ്വാപരയുഗം എന്നുള്ള രീതിയിൽ 43,20,000 വർഷമാണ് ഭാരതീയ സങ്കല്പത്തിലും ആര്യഭടീയത്തിലും ഒക്കെ പറയുന്ന മഹായുഗം എന്ന് പറയുന്നത്. ഈ മഹായുഗത്തിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്താണ് കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, ത്രേതായുഗം, കലിയുഗം എന്നുണ്ടാക്കിയിരിക്കുന്നത്. ഇത് എല്ലാം ജ്യോതിശാസ്ത്രപരമായിട്ട് ഭയങ്കര മാത്തമാറ്റിക്സുകളാണ് ഇതെല്ലാം. നമ്മൾ വിചാരിക്കുന്ന ഈ ഇതിനകത്ത് ഭാഗവതത്തിലും ഒക്കെ ഈ യുഗമൊക്കെ പറയുമ്പോൾ അതൊക്കെ വെറും വന്യമായ സങ്കല്പങ്ങളാണെന്നൊക്കെയാണ് പലരും ധരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെ അതിന്റെയൊക്കെ മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞാല് ഒരു മഹായുഗത്തില് എത്ര ദിവസമുണ്ടെന്നും എത്ര മണിക്കൂറുണ്ടെന്നും എത്ര സെക്കൻഡ് ഉണ്ടെന്നും കണക്ക് കൂട്ടി വെച്ചിട്ടാണ് നമ്മളുടെ കലിദിന സംഖ്യ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്. ഒരു മഹായുഗത്തിൽ എത്ര സെക്കൻഡ് ഉണ്ടെന്നുള്ള കാര്യം ഇന്ത്യക്കാരൻ അറിയാം. ഒരു മഹായുഗം എന്ന് പറഞ്ഞാൽ 43,20,000 വർഷമാണ്. ഈ ഒരു വർഷം എന്ന് പറഞ്ഞാൽ തന്നെ എത്ര സെക്കൻഡാ നമുക്ക് സങ്കല്പിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇന്ത്യക്കാരന് 10⁻15 16 വരെയുള്ള നമ്പറുകൾ യജുർവേദത്തിൽ ഉണ്ടെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. പാശ്ചാത്യർക്ക് 1000 വരെ പോലും ഉള്ള സംഖ്യകൾ എഴുതാനുള്ള സംവിധാനങ്ങൾ ഇല്ലായിരുന്നു. അവര് സിയും എക്സും ഡിയും ഒക്കെ ഇട്ടാണ് അവര് സംഖ്യകൾ എഴുതിക്കൊണ്ടിരുന്നത്. ആ സംഖ്യകൾ വെച്ച് കാൽക്കുലേഷൻസ് സാധ്യമല്ല. പക്ഷെ 0 ഉൾപ്പെടുന്ന സംഖ്യാസമ്പ്രദായം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് യജുർവേദ കാലഘട്ടത്തിൽ തന്നെ 10⁻16 വരെയുള്ള നമ്പറുകൾ നമ്മൾ ഉപയോഗിച്ചിരുന്നു. ഇപ്പൊ തന്നെ നമുക്കറിയാം 10 കെട്ടുകൾ 100 മോഹവും ശതമാകിൽ സഹസ്രം മതിയെന്നും
1000 പണം കയ്യിലുണ്ടാകുമ്പോൾ ആയുധമായിൽ ആശ്ചര്യം എന്നതും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതിനകത്ത് ഈ ആയുധം എന്നൊക്കെ പറയുന്നത് 10⁻6 മറ്റോ ആണ്. 1000 10⁻3, 10,000 ആകുമ്പം 10⁻4, ലക്ഷം ആകുമ്പോൾ 10⁻5, 10⁻6, അങ്ങനെ 10⁻16 വരെ. അതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും സങ്കല്പിക്കാൻ വയ്യാത്ത സംഖ്യയാണ് അതൊക്കെ. അപ്പം യജുർവേദത്തിൽ ഈ പറഞ്ഞ ഇത്രയും സംഖ്യകളൊക്കെ വന്നത് നമ്മളുടെ ഈ കലിയുഗം, ദ്വാപരയുഗം, കൃതയുഗം എന്നൊക്കെ പറയുന്ന ഈ യുഗങ്ങൾ ചേരുന്ന 43,20,000 വർഷത്തിന്റെ ആ കണക്കുകൾ ഭയങ്കരമായ മാത്തമാറ്റിക്സുകളാണ്. അതൊക്കെയാണ് നമ്മുടെ ഈ ഭാഗവതത്തിലൊക്കെ കടന്നു വന്നിരിക്കുന്നത്. അപ്പം ഒരു മഹാപ്രപഞ്ചമാണിത്. നമ്മുടെ ഈ ഇതിനെയൊക്കെ നമ്മൾ നിസ്സാരമായിട്ടൊക്കെ ഓരോരുത്തർ പറയുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ അത് അതിന്റെ പിന്നിലുള്ള സത്യങ്ങൾ ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് വേണ്ടത്. ഇതിനകത്തൊക്കെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഉള്ളത്. ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ വെറും സങ്കല്പമല്ല. ജ്യോതിശാസ്ത്രത്തിന്റെ യഥാർത്ഥമായിട്ടുള്ള ഓരോരോ വലിയ ടൈം ആണ് ഈ പറയുന്ന യുഗങ്ങളൊക്കെ. നമ്മൾ സെക്കൻഡിന് മിനിറ്റ്, മിനിറ്റ് കഴിഞ്ഞ് മണിക്കൂർ, മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ ഡേ കഴിയുമ്പോൾ നമുക്ക് ആഴ്ച, അതുപോലെ ദ്വൈവാരം എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതുപോലെ മാസം, വർഷം. അത് അങ്ങനെ വർഷം ഇങ്ങനെ കഴിഞ്ഞ് വരുമ്പോഴാണ് ഈ പറയുന്ന യുഗമൊക്കെ വരുന്നത്. ഭയങ്കര സങ്കല്പങ്ങളാണ് അതെല്ലാം. അപ്പൊ എന്തായാലും ഇന്ന് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും ഇതേപോലുള്ള കാര്യങ്ങളും ഈ ഒന്നുകൂടി ഇതിനെ ഒന്നുകൂടെ ഒന്ന് നോക്കിയ ശേഷം അടുത്ത ഒരു ഭാഗത്തേക്ക് നമുക്ക് കടന്നു പോകാനും സാധിക്കും. ഒരു സംശയം കൂടെ. ചോദിച്ചോട്ടെ സാർ. ഈ നക്ഷത്രങ്ങളൊക്കെ ഈ ചക്രവാളത്തിന്റെ ഏതൊക്കെ ദിശയിലായിരിക്കും ഉദിക്കുക? അതായത് ഭൂമി പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് കറങ്ങുന്നു എന്നാണല്ലോ നമ്മൾ പറയുന്നത്. കാര്യം നമ്മൾ നോക്കുമ്പോൾ ദിവസവും നക്ഷത്രങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ കിഴക്ക് നമ്മൾ കാണുന്ന നക്ഷത്രങ്ങളെ പതുക്കെ പതുക്കെ പടിഞ്ഞാട്ട് നമ്മുടെ തലമുറയിൽ കൂടെ പടിഞ്ഞാട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് എല്ലാ നക്ഷത്രങ്ങളും കിഴക്ക് ഉദിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നു എന്ന് പറയും. പക്ഷെ വടക്കും തെക്കും ഉള്ള നക്ഷത്രങ്ങൾ ഉദയ അസ്തമന കാര്യങ്ങളിൽ വ്യത്യാസമുണ്ട്. കാര്യം ഭൂമിയുടെ മധ്യഭാഗത്തൊക്കെ ആയിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്, നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം. അതുകൊണ്ട് നമ്മൾക്ക് കൃത്യമായിട്ട് ദിവസം അങ്ങോട്ട് മണിക്കൂറുകൾ ഇങ്ങനെ ക്രമമായിട്ട് മുന്നേറുന്ന അനുസരിച്ച് കിഴക്കുദിക്കുന്ന നക്ഷത്രങ്ങൾ പടിഞ്ഞാട്ട് പോകുന്നതായിട്ട് നമുക്ക് തോന്നും. എന്നാൽ ഇപ്പൊ ഇംഗ്ലണ്ട് പോലുള്ള രാജ്യത്ത് ഞാൻ ഈ ജ്യോതിശാസ്ത്രത്തിന്റെ കാര്യങ്ങൾ നിരീക്ഷിക്കുന്നതിന് വേണ്ടി ഇംഗ്ലണ്ടിൽ പോയിരുന്നു. അവിടെ രാത്രിയിൽ നമ്മൾ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പോ ഇവിടെ കാണുന്ന പോലെ, കേരളത്തിലൊക്കെ കാണുന്ന പോലെ എല്ലാ നക്ഷത്രങ്ങളും കിഴക്കുദിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നതായിട്ട് കാണാൻ സാധിക്കില്ല. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ തലയ്ക്ക് മുകളിൽ 52 വടക്ക് നിന്ന് 52 ഡിഗ്രി മുകളിലായിട്ടാണ് നമ്മൾ ധ്രുവ നക്ഷത്രത്തെ കാണുന്നത്. അപ്പോൾ ധ്രുവ നക്ഷത്രത്തിന് ചുറ്റുമുള്ള നക്ഷത്രങ്ങൾ ഉദിച്ച് അസ്തമിക്കുന്നതായിട്ട് നമുക്ക് ഒരിക്കലും കാണാൻ പറ്റത്തില്ല. ഇംഗ്ലണ്ടുകാരന്റെ ആകാശത്ത് എന്നും ആ ധ്രുവ നക്ഷത്രം ഉണ്ടാവും. അതുകൊണ്ട് അവർക്ക് ആ നക്ഷത്രങ്ങൾ ഉദിക്കത്തില്ല. അവർക്ക് തെക്ക് ഭാഗത്തുള്ള നക്ഷത്രങ്ങൾ മാത്രം ഉദിച്ച് അസ്തമിക്കുന്നതായിട്ട് തോന്നത്തുള്ളൂ. അപ്പം അതുകൊണ്ടാണ് അവർക്ക് ധാരാളം ഈ ജ്യോതിശാസ്ത്രം പഠിക്കാൻ ധാരാളം പരിമിതികൾ അവർക്കുണ്ടായിരുന്നു. ഇന്ത്യയാണ് ഏറ്റവും ജ്യോതിശാസ്ത്രം പഠിക്കാൻ അനുകൂലമായ രാജ്യം. അതും നമ്മളുടെ കേരളം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും അനുകൂലമായ ഒരു സ്ഥലം ഭൂമിയിലില്ല ഈ ജ്യോതിശാസ്ത്രം പഠിക്കാൻ പറ്റുന്ന ഒരു ഭാഗം. അപ്പൊ അതുകൊണ്ട് ജ്യോതിശാസ്ത്രത്തിന്റെ എല്ലാ ഭാഗങ്ങളും ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് നമ്മളുടെ ഈ ഭാഗങ്ങളിലൊക്കെയാണ്. അപ്പം ഇതിനെ അവര് യഥാർത്ഥത്തിൽ പാശ്ചാത്യര് കോപ്പി ചെയ്ത് കൊണ്ടുപോവുകയാണ് ചെയ്തത്. കാര്യം അവർക്ക് നമ്മൾ നിരീക്ഷിക്കുന്ന പോലെ നിരീക്ഷിക്കാൻ അവരുടെ ആകാശത്ത് പറ്റില്ല. പക്ഷെ ഇതിനെയൊക്കെ മറച്ചു വെച്ചുകൊണ്ടാണ് അവര് ഇതെല്ലാം എടുത്ത് നേരെ ബാബിലോണിയയ്ക്കും ഗ്രീസിനും ഒക്കെ കൊണ്ട് ചാർത്തി കൊടുത്തിരിക്കുന്നത്. അത് അവരുടെ ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇതായിരുന്നു. കാര്യം 1833 ബക്കാളയുടെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇവിടെ വന്നപ്പോൾ അവർക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇവിടെ അടിച്ചേൽപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മളുടെ തന്നെ കൃതികളിലുള്ള പല കാര്യങ്ങളും പഠിച്ച് അവരിവിടെ കൊണ്ടുവന്ന് അവരുടേതായിട്ട് അവതരിപ്പിക്കുകയാണ് ചെയ്തത്. എന്നുവെച്ചാൽ അവർ മണ്ടന്മാരാണെന്നല്ല അതിന്റെ അർത്ഥം. അവര് നമ്മളെക്കാട്ടില് മിടുക്കന്മാരായിരുന്നു. പക്ഷെ അവർക്ക് നമ്മൾ നിരീക്ഷിക്കുന്ന പോലെ നിരീക്ഷിച്ച് ഈ ശാസ്ത്രത്തെ വളർത്താൻ പറ്റുമായിരുന്നില്ല അവരുടെ ആകാശം വെച്ചുകൊണ്ട്. പക്ഷെ അവരെ സമർത്ഥമായിട്ട് അതിനെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് പോവുകയാണ് ചെയ്തത്. അതാണ് വാസ്തവം എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, അവരുടെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ അവർ നമ്മളെക്കാട്ടി വളരെ മുന്നിലായിരുന്നു. അത് സത്യമാണ്. പക്ഷെ ജ്യോതിശാസ്ത്രത്തിലും ഗണിതത്തിലും ഇന്ത്യക്കാരന്റെ സംഭാവന എന്ന് പറയുന്നത് അവര് കോപ്പി ചെയ്തുകൊണ്ട് പോയതാണ് എന്നുള്ളതാണ് സത്യം. ഇപ്പൊ നക്ഷത്രങ്ങൾ കിഴക്കുദിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നതായിട്ട് തന്നെ നമ്മൾ കാണുന്നു, എല്ലാ നക്ഷത്രങ്ങളും. സംശയം മാറി?
ഇനിയിപ്പോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഗ്രൂപ്പ് ഇട്ടാൽ മതി, ഞാനത് സാറിന് അയച്ചു കൊടുക്കാം. അതിന്റെ മറുപടി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കേൾക്കുകയും ചെയ്യാം. പോരെ കാണിച്ചിട്ടെന്നാ? മതി ഓക്കെ. ആയിക്കോട്ടെ. ഓക്കെ.